ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. തലസ്ഥാന നഗരമായ ഡൽഹിയിൽ ഇലക്ഷന്റെ ചൂടാണെന്ന് നിങ്ങൾക്കറിയാം. കാലാവസ്ഥ വളരെ മോശമായ സാഹചര്യമാണ്. എന്നിരുന്നാലും ഇലക്ഷന്റെ ചൂട് വളരെയധികമുണ്ട്. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ അതിഥി അദ്ദേഹത്തിനോട് ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മേൽ ധാരാളം കുറ്റങ്ങൾ ആരോപിക്കുന്നു. അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾക്ക് കണക്ക് തീർച്ചയായും നൽകണം. പ്ലീസ് വെൽക്കം ഡൽഹിയുടെ CM ആയ അരവിന്ദ് കെജ്രിവാൾ. കുറ്റങ്ങൾ ആരോപിക്കുന്നതിന് മുൻപ്, വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ആപ്കി അദാലത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ ജഡ്ജിയായ പ്രസിദ്ധ പത്രപ്രവർത്തകൻ, റൈറ്റർ, കമന്റേറ്റർ പങ്കജ് ബോറ. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ജഡ്ജിയായ പങ്കജ് ബോറയോട് അതിനുള്ള അനുവാദം ചോദിക്കാം. ഇന്നത്തെ വിചാരണ ആരംഭിക്കാവുന്നതാണ്. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. അതിനു മുൻപ് അരവിന്ദ് കെജ്രിവാളിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കൊടുത്ത വാക്ക് നിറവേറ്റിയില്ല എന്നുള്ളതാണ്. അരവിന്ദ് സാർ, അമിത്ഷാ ജനങ്ങളോട് ദിവസം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവൃത്തികൾ വെറും പരസ്യത്തിൽ മാത്രമേ ഉള്ളെന്ന്. സത്യത്തിൽ ഒന്നും തന്നെ ചെയ്തില്ല. 70 വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും അല്ല, ഞാൻ പറഞ്ഞ എല്ലാ വാഗ്ദാനവും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കൂളുകൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽസ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു, അതും ഞാൻ ശരിയാക്കി. ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ പകുതി കുറച്ച് തരാമെന്ന് പറഞ്ഞത് ഞാൻ ആക്ച്വലി ഫ്രീ ആക്കി തന്നിട്ടുണ്ട്. വെള്ളം 20,000 ലിറ്റർ ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞതും ആ വാഗ്ദാനവും ഞാൻ ശരിയാക്കി. പിന്നെ അതിനുശേഷം റോഡ് ഇടുന്നത്, ഡ്രെയിനേജ് സിസ്റ്റം, ഇതുപോലെ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഞാൻ നൽകിയോ ഏകദേശം എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇത് 2015 താങ്കളുടെ മാനിഫെസ്റ്റോ ആണ്, എന്റെ പക്കലുണ്ട്. ഇതിൽ താങ്കൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 500 പുതിയ സ്കൂളുകൾ നിർമ്മിക്കുമെന്നാണ്. സോ അമിത്ഷാ ചോദിക്കുകയാണ്, ആ പുതിയ സ്കൂൾ എവിടെയാണ്, അഡ്രസ് എവിടെയാണെന്ന്. ഞാൻ അമിത്ഷാനെ നിങ്ങളുടെ പ്രോഗ്രാമിലോട്ട് വരാൻ പറയുവാണ്. അദ്ദേഹം എൻ്റെ ഒപ്പം തന്നെ വരട്ടെ. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒപ്പം അദ്ദേഹം വന്നാൽ ഞാൻ സ്കൂൾ കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞതാണ്. ഇപ്പം ശരിക്കും 2 കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് പുതിയ ഒരുപാട് സ്കൂളുകൾ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ സ്ഥലത്തിന് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് എക്സിസ്റ്റിംഗ് സ്കൂളിൽ ഒരുപാട് കാലി സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞങ്ങൾ ഒരുപാട് പുതിയ ബിൽഡിങ്സ് കെട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ ഡൽഹിയിൽ ശരിക്കും 1024 സ്കൂളുകളുണ്ട് മൊത്തം. ഈ 1024 സ്കൂളിൽ മുഴുവനും നോക്കിയാൽ 17,000 റൂംസുകളുണ്ട്. പിന്നെ ഡൽഹിയിൽ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എല്ലാ സ്കൂളിലും ഞാൻ ഏകദേശം ഒരു 22,000 റൂംസ് ആഡ് ചെയ്തിട്ടുമുണ്ട്. 70 വർഷങ്ങളിൽ 17,000 റൂംസ് ആണ് കെട്ടിയത്. ഈ 1000 സ്കൂളുകളിലും ഞങ്ങൾ 22,000 റൂംസ് ആണ് ആഡ് ചെയ്തത്. അതായത് 1000 സ്കൂളിന്റെ കപ്പാസിറ്റി ആണത്. ശരിക്കും അതിനേറ്റ പോലെ പിള്ളേർക്ക് അവിടെ കയറി ഇരുന്ന് പഠിക്കാൻ പറ്റും. ഞാൻ പുതിയ സ്കൂളുകളും കെട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ലാണ്ട് എക്സിസ്റ്റിംഗ് സ്കൂളുകളും ഞങ്ങൾ കപ്പാസിറ്റി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതാവായ സുഭാഷ് ചോപ്ര എന്താ പറയുന്നതെന്ന് വെച്ചാൽ 15 വർഷം ഷീല മാഡം മുഖ്യമന്ത്രിയായിരുന്നു. അവര് സ്കൂൾ നിർമ്മിച്ചു. അവര് കെട്ടിയ ബിൽഡിംഗിൽ താങ്കൾ പെയിന്റ് ചെയ്ത് ക്രെഡിറ്റ് നേടിയെടുത്തെന്ന്. അല്ല, അങ്ങനെയല്ല. 17,000 പഴയതുകളുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഡേറ്റ നൽകാം. കഴിഞ്ഞ 5 വർഷത്തിൽ 22,000 കെട്ടി. സോ അപ്പൊ ടോട്ടൽ 17ഉം 22ഉം. താങ്കൾ നിർമ്മിച്ച കാര്യങ്ങളൊക്കെ അമിത്ഷാ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു തെറ്റാണ് ചെയ്തത്. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എൻ്റെ ഒപ്പം വരൂ, ഞാൻ സ്കൂൾ കാണിച്ചു തരാമെന്ന്. അദ്ദേഹം എൻ്റെ ഒപ്പം വന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 7 MPമാരെ അയച്ചു. ഈ 7 MPമാരും ഞങ്ങളുടെ 1024 സ്കൂളിനെയും ഫുള്ള് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, എല്ലാ സ്കൂളും നല്ലതാണ്, പക്ഷെ 8 സ്കൂളിൽ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ആ 8 സ്കൂളിനെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് അവരതിലോട്ട് ഒരു ചെറിയ കളി കളിച്ച്. അതായത് ഒരു ചെറിയ കെട്ടിടം ഉണ്ടെന്ന് നിങ്ങൾ വെച്ചോ, അത് ഡെമോളിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുതിയതായിട്ട് കെട്ടിയേക്കുന്നത്. അപ്പോൾ അത് പുതിയ ബിൽഡിംഗ് ആയി. എല്ലാ ആൾക്കാരും അതിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ ബിൽഡിങ്ങിനെ ഡെമോളിഷ് ചെയ്യണം. ഈ പൊട്ടിപ്പോയ ബിൽഡിങ്ങിന്റെ മേത്തോട്ടാ ബുൾഡോസർ കയറ്റണ്ടേ. ഇതുപോലെ 8 സ്കൂളിലെ ഫോട്ടോ എടുത്തുകൊണ്ടുപോയി അവർക്ക് കാണിച്ചേക്കുന്നത്. ഇത് ഞാനല്ല പറഞ്ഞത്. പിന്നെ പിറ്റേ ദിവസം ന്യൂസിലുള്ള എല്ലാവരും, മീഡിയയിലുള്ള എല്ലാവരും വന്നത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അത് ഫുള്ള് എല്ലാം ന്യൂസിൽ വന്ന്
ഈ വീഡിയോ ഇട്ടോ, ഈ വീഡിയോയുടെ സത്യം ഇതാണ്, പിന്നെ ഈ ഇട്ടതിന് ഇതാണ് സത്യം. പക്ഷേ മനോജ് തിവാരി ഒരു വീഡിയോ കാണിച്ചു. അതിൽ സ്റ്റുഡൻസ് എന്താണ് പറയുന്നത് വെച്ചാൽ ഇവിടെ ടീച്ചേഴ്സ് ഒന്നും വരുന്നില്ല, 2-3 മണിക്കൂർ മാത്രമേ ക്ലാസ് നടക്കുന്നുള്ളെന്ന്. അതുപോലെയും ചില സ്കൂൾസ് ഒക്കെ കാണും. അവിടെയും ചില ടീച്ചേഴ്സിന്റെ കുറവുകളുണ്ടെന്ന് ഞാൻ സമ്മതിച്ചോളാം. അത്രയും വലിയ സ്കെയിലിൽ ഒരുപാട് റൂമുകൾ കെട്ടിയിട്ടുണ്ടല്ലോ. എനിക്കറിഞ്ഞ 5 തൊട്ട് 6000 ടീച്ചേഴ്സിന്റെ കുറവുകളുണ്ട് ഇവിടെ. അതും പെട്ടെന്ന് തന്നെ ഞങ്ങൾ മാറ്റിത്തരും. മറ്റൊരു കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഡൽഹിയിൽ 5000 പുതിയ ബസ്സുകൾ വരുമെന്ന് പറഞ്ഞു. അവര് ബസ്സില് പറയുന്നു അതെ, നിങ്ങൾ ബസ് പുതിയ ബസ്സുകൾ വരുന്നതിരിക്കട്ടെ, 1500 പഴയ ബസ്സുകൾ കുറഞ്ഞല്ലോ. ഇല്ല, അങ്ങനെയല്ല. 5000 ബസ് വരും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. 3 വർഷത്തിന് മുൻപ് ഞങ്ങൾ ബസ്സസ് ഒക്കെ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ആരോ ഒരാൾ ഡൽഹി ഹൈക്കോർട്ടിൽ ചെന്നിട്ട് ഞങ്ങളുടെ വർക്കിന്റെ മേത്ത് സ്റ്റേ ഓർഡറും കൂടെ മേടിച്ച്, പിന്നെ ഏകദേശം ആ സ്റ്റേ ഓർഡർ മാറ്റിയെടുക്കാൻ 2 തൊട്ട് 2.5 വർഷം സമയമെടുത്തു. ഇപ്പം പിന്നെയും ബസ്സൊക്കെ വരാൻ തുടങ്ങി. ഇപ്പം 4000 ബസ്സിനുള്ള ഓർഡറും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. നിങ്ങൾ ദിവസം പേപ്പർ നോക്കിയാൽ അറിയാം, 100 തൊട്ട് 150 ബസ് ദിവസം വരുന്നുണ്ട് ഒരു ദിവസവും. ഇലക്ഷൻ വരുന്നതുകൊണ്ട് പുതിയ ബസ്സുകളും വരുന്നു, അങ്ങനെയല്ലേ? അല്ല, ഇത് ഒരു കോയിൻസിഡൻസ് ആണ് അല്ലേ? അടുത്തൊരു 3-4 മാസത്തിനിപ്പുറം തന്നെ 4000 ബസ്സൊക്കെ വന്നേക്കും. താങ്കളുടെ മറ്റൊരു വാഗ്ദാനം, അതിനെക്കുറിച്ച് JP നഡ്ഡ BJPയുടെ പ്രസിഡന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് ഡൽഹിയിൽ 20,000 ബെഡ് ഹോസ്പിറ്റലിൽ നൽകാമെന്ന് താങ്കൾ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ 5 വർഷത്തിൽ 200 ബെഡ് കുറയുകയാണ് ചെയ്തത്. ഇല്ല, ആക്ച്വലി അദ്ദേഹം തെറ്റാ പറഞ്ഞു. അദ്ദേഹം എന്ത് വേണമെങ്കിലും പറയാമല്ലോ, തെറ്റ് അവരുടെ വായാണല്ലോ അത്. ശരിക്കും അവർ തരുന്ന ഡേറ്റ നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ എന്താ കരുതിയത് അവര് എണ്ണീട്ട് വന്നത്. അങ്ങനെയല്ല, ഞാൻ എണ്ണീട്ടൊന്നുമില്ല, അത് മൊത്തം നുണതായിരിക്കും. അവര് പറയുന്നത് കള്ളം പറയുന്നതിൽ മുൻനിരയിലാണ് കേജ്രിവാൾ. ശരി, ഞാൻ ഇൻവൈറ്റ് ചെയ്തേക്കാം നിങ്ങളെ അങ്ങോട്ട്. നിങ്ങൾ നിങ്ങളുടെ ചാനൽ മൂലം അമിത്ഷയ്ക്ക് ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കൂ. ഞാൻ, അമിത്ഷാ 3 പേർക്ക് നമുക്ക് സ്കൂളിലോട്ട് പോവാം. ആ സ്കൂൾസിലൊക്കെ എത്ര ലെവലിലോട്ടാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ചേഞ്ച് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ലോകം മുഴുവനും കാണുന്നതാ. ഇന്ന് ഡൽഹിയിലുള്ള സ്കൂൾസിലൊക്കെ ഏർപ്പെട്ട മാറ്റമെന്ന് വെച്ചാൽ ഇത് ഈ നാടിനായിക്കോട്ടെ, ഈ ലോകത്തിനായിക്കോട്ടെ, ഇതൊരു കേസ് സ്റ്റഡി ആയിരിക്കും. ഡൽഹിയിൽ ഹെൽത്ത് സെക്ടറിൽ റീഫോം വന്നിട്ടുണ്ട്. ഒരുപാട് മൊഹല്ല ക്ലിനിക്സ് വന്നു. ആ ക്ലിനിക്സ് ഒക്കെ നോക്കാനായിട്ട് കോഫി അണ്ണാൻ അവിടുന്ന് വന്നിരുന്നു. നോർവേയിലുണ്ടായിരുന്ന ഫോർമർ പ്രൈം മിനിസ്റ്റർ പോലും ഇത് കാണാൻ വന്നു ഇവിടെ. UN എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ മൊഹല്ല ക്ലിനിക്കിന്റെ മോഡൽ വളരെ രസമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഈ ലോകം മുഴുവനും അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം 2 കോടി ജനങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2 കോടി പേഷ്യൻസ്, 5 കോടി പേഷ്യൻസ് ആണ് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയും നഡ്ഡ സാർ അപ്ലോഡ് ചെയ്തിരുന്നു. അതും തെറ്റാണ്. അദ്ദേഹം ഒരു ചെറിയ പണി പറയുന്നു, മൊഹല്ല ക്ലിനിക് അൺഹൈജീനിക് ആണ്, അതിനടുത്ത് പോയി യൂറിനേറ്റ് ചെയ്യുന്നു, നാറ്റം അടിക്കുന്നു പറഞ്ഞു. അതായത് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 1.5-2 വർഷത്തിന് മുൻപ് മൊഹല്ല ക്ലിനിക്സ് ഒക്കെ കെട്ടി റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തില്ല. അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഏകദേശം 6-7 മാസം എടുത്തു. അതുവരെ ആ ബിൽഡിങ്സ് കാലിയായിരുന്നു. ആ സമയത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം ഡോക്ടേഴ്സ് എല്ലാവരും വന്നതിന് ശേഷം റീഫർബിഷ് ചെയ്തു. ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നഡ്ഡ സാർ ആൾറെഡി ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നില്ലേ? ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. അദ്ദേഹം തന്റെ ട്വീറ്റിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഡൽഹിയിലുള്ള ഹോസ്പിറ്റലുകളിൽ CT സ്കാൻ മെഷീനുകളില്ല, എക്സ്റേ മെഷീനുകളില്ല, ഓപ്പറേഷൻ നടക്കുന്നില്ല, മരുന്നുകൾ ഒന്നും തന്നെയില്ല, ബാൻഡേജ് പോലും ഇല്ല. പിന്നെന്തിനാണ് ഹോസ്പിറ്റൽ? നിങ്ങൾ എന്റെ ഒപ്പം വരും, ഞാൻ കാണിച്ചു തരാം. അത് ഡൽഹിക്കകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലും ഉണ്ട്, പിന്നെ ഡൽഹി ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലും ഉണ്ട്. രണ്ടും ഇവിടെ ഉണ്ട്. നിങ്ങൾ എങ്ങനെ വ്യത്യാസം കണ്ടെത്തും? ഇത് സെൻട്രൽ ആണ്, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലാണ്. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും പൊക്കോളൂ. ആ ഹോസ്പിറ്റൽ എല്ലാം ഫ്രീ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പിന്നെ മരുന്നും ഗുളികയും ഫ്രീ ആയിട്ട് കിട്ടിയാൽ ജന്നാലകൾ തുറന്നിരുന്നാൽ അത് ഡൽഹി ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഒരു പക്ഷേ നിങ്ങൾ പോകുന്ന ആശുപത്രിയിലോട്ട് പൈസ കൊടുക്കേണ്ട വന്നാൽ, ട്രീറ്റ്മെന്റിന്, ടെസ്റ്റിന്, മരുന്നിന്, ഗുളികയ്ക്ക് എല്ലാത്തിനും പൈസ കൊടുക്കേണ്ടത് വന്നാൽ അതാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ചിലർ എഴുതിയിരിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ പോയാണെങ്കിൽ ഡോക്ടേഴ്സ് മരുന്നും ഒന്നും ഇല്ലെന്നാണ് പറയാറുള്ളതെന്ന്. ഇല്ല, അങ്ങനെയല്ല, അതിനൊരു ചാൻസും ഇല്ല. ഞാൻ പേഴ്സണലി ആസ് എ ചീഫ് മിനിസ്റ്റർ ഓരോ മൺഡേയും 11 മണിക്ക് ഡൽഹി ഗവൺമെന്റിലുള്ള ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ടുകൾ, മെഡിക്കൽ സ്റ്റേറ്റ്മെന്റ്, ഏതൊക്കെ ഹോസ്പിറ്റൽസ് ഏതൊക്കെ മരുന്നും ഗുളികയും ഒക്കെ അവൈലബിൾ ആണോ അതോ ഇല്ലയോ, അതിനെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും തെളിവായിട്ട് ഞാൻ ചോദിച്ചിരിക്കും. ഓക്കെ, താങ്കളുടെ മാനിഫെസ്റ്റോയിൽ ഒരു വാഗ്ദാനമുണ്ട് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച്. ഞാനത് വായിച്ചു നോക്കി. ഇതിൽ താങ്കൾ എഴുതിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ഭരണത്തിൽ വരികയാണെങ്കിൽ എല്ലാ ജനങ്ങളുടെയും കറണ്ട് ബില്ല് പകുതിയായിട്ട് കുറയ്ക്കുമെന്ന്. ഇപ്പൊ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലേ? ആർക്കൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ? ഇപ്പൊ ഫ്രീ ആയി എല്ലാവർക്കും അല്ല,
200 യൂണിറ്റ്സ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിൽ ഏകദേശം 72% ജനങ്ങൾക്ക് EB ഫ്രീ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് മനോജ് തിവാരി സാർ വന്നപ്പോ ഈ ബില്ല് നൽകിയിട്ട് പോയി. അദ്ദേഹത്തിന്റെ അടുത്ത് ധാരാളം ഉണ്ടായിരുന്നു, ഞാൻ 2 മാത്രം വാങ്ങിച്ചു വെച്ചു. 35 യൂണിറ്റ് EB ബിൽ, പക്ഷേ 40 രൂപ വാങ്ങിച്ചിരിക്കുന്നു. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ സാധ്യതയില്ല, കാരണം പിന്നിൽ താങ്കളുടെ ഫോട്ടോ ഉണ്ട്. രണ്ടാമത്തേതിൽ പിന്നിൽ താങ്കളുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്നു. അതെയോ? അപ്പോൾ ഉറപ്പായിട്ട് ഇതിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിരിക്കുമല്ലോ. അതർവൈസ് ഇവിടെയുള്ള എല്ലാവരും ഇതിനൊരു സാക്ഷിയായിട്ട് ഇരിപ്പുണ്ടല്ലോ. ഇവിടെ 0 ബില്ല് വരുന്നതിന് ജനങ്ങൾ തന്നെ ഒരു സാക്ഷിയാണ്. ഇത് ഞാൻ ചെക്ക് ചെയ്യാം. നിങ്ങളൊരു ഫോട്ടോ കോപ്പി തന്നാൽ ഞാൻ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കും. ഇതുപോലെ ധാരാളം ബിൽസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത്രയും ബിൽസ് കൊണ്ടുവന്നിരുന്നു. അതിൽ നിന്ന് 1-2 മാത്രമേ ഞാൻ വാങ്ങിച്ചു വെച്ചുള്ളൂ. ഇല്ല, ഒരുപക്ഷെ ഇത് ഒരു സീരീസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നിരിക്കും ചെറുതായിട്ട്. തീർച്ചയായിട്ടും ഞാൻ അയച്ചു തരാം. ഇപ്പോൾ വെള്ളത്തിന്റെ കാര്യത്തിലേക്ക്. താങ്കൾ എല്ലാവർക്കും കുറഞ്ഞ റേറ്റിൽ വെള്ളം ലഭിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ അത് എല്ലാവർക്കും ലഭിച്ചില്ല. 20,000 ലിറ്റർ വരെ വെള്ളം ഫ്രീ ആണ്. ഇപ്പോൾ ആ വെള്ളത്തിനെക്കുറിച്ച് അമിത്ഷാ എന്താ പറയുന്നതെന്ന് അറിയാവോ താങ്കൾക്ക്? എന്താണ്? 31 നഗരങ്ങളിൽ വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അഴുക്കുള്ള വെള്ളം ഡൽഹിയിലേതാണെന്ന്. ഇത് പിന്നെ ഞാൻ ടേക്ക് ഓവർ ചെയ്ത സമയത്ത് ഡൽഹിക്കകത്ത് വെള്ളം സെക്ടറിൻ്റെ ഒരവസ്ഥ വളരെ മോശമായിരുന്നു. 70 വർഷത്തിന് ഗ്യാപ്പിലാണ് അവർ ഈ കടലിൽ ഇത്ര ചേഞ്ചസ് കൊണ്ടുവന്നത്. എവിടെയാണോ അഴുക്ക് വെള്ളം വരുന്നത് അതിൻ്റെയൊക്കെ ലിസ്റ്റ് ഞങ്ങൾ റെഡിയാക്കാൻ പറഞ്ഞതാ. 2003 സെക്ടർ ഉണ്ടായിരുന്നു, 2300. അവിടെയൊക്കെ അഴുക്ക് വെള്ളമായിരുന്നു. ചില സ്ഥലത്ത് സീവറിലൊക്കെ അത് മിക്സ് ആവുന്നു, ചിലയിടത്ത് പൈപ്പ് ലൈനിൽ ലീക്കേജസ് ഉണ്ട്, ചിലയിടത്ത് ലോ പ്രഷറാണ്. ഞങ്ങൾ ആ 2300 ഒഴിച്ച് എല്ലാം കൂടെ ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പൈപ്പ് ലൈനും ശരിയാക്കിയിട്ട് ഇപ്പോൾ ആ 100 മാത്രം കണ്ട് ബാക്കിയുണ്ട്. അവിടെ മാത്രമാണ് വെള്ളം ഇച്ചിരി അഴുക്കായിട്ട് വരുന്നത്. അതും ഞങ്ങൾ പതിയെ മാറ്റുന്നുണ്ട്. അതിനുള്ള സ്റ്റാറ്റസ് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് തന്നെ എല്ലാം കൂടെ ശരിയാക്കിയേക്കും. അതിനിപ്പുറം എല്ലാ ഡൽഹിക്കും നല്ല വെള്ളം ഉറപ്പായിട്ടും കിട്ടും. അതിനിപ്പുറം അവർ ഡൽഹിയിൽ ശരിക്കും 11 അതായത് 11 മാത്രമേ സാമ്പിൾസ് എടുത്തുള്ളൂ. ആ 11 സാമ്പിൾസും എവിടെയൊക്കെയാണോ അഴുക്ക് വെള്ളം മാത്രം വരുന്നത് അവിടെ തന്നെ പോയി അവർ തേടിയെടുത്തു. അപ്പൊ ഇതൊരു സ്കെയർ ക്രിയേറ്റിംഗ് അല്ലേ? മാനിഫെസ്റ്റോയിൽ താങ്കൾ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. 5 വർഷത്തിൽ എല്ലാവർക്കും 24 മണിക്കൂറും വെള്ളം വന്നില്ലെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ 2 മണിക്കൂറെങ്കിലും വെള്ളം ലഭിക്കും, ശുദ്ധമായ വെള്ളം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മണിക്കൂറോളം വരും. നല്ല ഫ്രഷ് വാട്ടർ നിങ്ങൾ നോക്കുവാണെങ്കിൽ 2300 വരെ അങ്ങനെയായിരുന്നു. ഇപ്പം അത് 100ആയി. അത് ഞാനൊരു 1.5 വർഷത്തെ ക്ലിയർ ആക്കും. അവരാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അമിത്ഷായുടെ വാക്കുകൾ ഞാൻ കേട്ടിരുന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഡൽഹി ജൽ ബോർഡിൽ മുമ്പ് 22 കോടി രൂപ നഷ്ടമാണെന്ന് പറഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ ചെയർമാൻ ആയതിനു ശേഷം 800 കോടിയാണ് നഷ്ടം. ഫിഗറൊക്കെ എവിടുന്നവർക്ക് കിട്ടുന്നതെന്ന് അറിയുന്നു. ഇവർ പറയുന്ന ഫിഗറൊക്കെ ആ ദൈവത്തിനെ അറിയാൻ പാടുള്ളൂ. അവർ പറയുന്നൊന്നും ദൈവം ഇത് വിശ്വസിച്ചേക്കല്ലേ. BJP എന്ന് പറയുന്നത് തന്നെ ഒരു നുണയുടെ ഫാക്ടറി അല്ലേ. താങ്കൾ ഡൽഹി മുഴുവനും 10-15 ലക്ഷം CCTV ക്യാമറകൾ ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ മുഴുവൻ ഡൽഹിയിലും CCTV ക്യാമറ ഫിക്സ് ചെയ്യാന്നാ പറഞ്ഞേ. CCTV ക്യാമറ ഫിക്സ് ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു. 1.5 ലക്ഷം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1.5 ലക്ഷം ഓൺ പ്രോസസ്സാണ്. ടോട്ടൽ 3 ലക്ഷമാണ്. അത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ നമ്പേഴ്സിൻ്റെ കണക്കിലോട്ട് പോകുന്നില്ല. ഡൽഹിയിൽ ഓരോ മൂലയിലും CCTV ക്യാമറ ഫിക്സ് ചെയ്യാനായിട്ട് 30 ലക്ഷം ക്യാമറ വേണമെങ്കിലും ഞാൻ ഫിക്സ് ചെയ്തിരിക്കും. ഞാനത് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാണ്ടിരിക്കട്ടെ. അതിൻ്റെ ഒപ്പം മറ്റൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, എവിടെയൊക്കെയാണ് CCTV ക്യാമറാസ് ഫിക്സ് ചെയ്തേക്കുന്നത് അവിടെയൊക്കെ ക്രൈം റേറ്റ്സ് കുറഞ്ഞു. അതുപോലെ ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഈ വാർഡിലുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞത്, അതായത് അവരുടെയൊക്കെ തെരുവിൽ ഓരോ ആൾക്കാർ കുടിച്ചിട്ട് ഇതിനു മുമ്പ് പിള്ളേരൊക്കെ വഴക്കിടുവെന്ന്. അതൊക്കെ CCTV ഇട്ടതിന് ശേഷം ഒരുപാട് മാറി. ചീട്ടുകളിയൊക്കെ മാറിയിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ വെച്ച് നമുക്ക് ഒരുപാട് പറയാൻ പറ്റും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. BJP ലീഡേഴ്സിന്റെ വാക്കുകൾ ഞാൻ കേട്ടു. അവർ പറയുന്നത് 1.5 ലക്ഷം ക്യാമറകൾ എന്ന് താങ്കൾ പറയുന്നില്ലേ, അതിൽ 1 ലക്ഷം ക്യാമറകൾ മോദിജിയാണ് ഫിക്സ് ചെയ്തതെന്നാണ് അവർ. അതായത് ഇവരൊക്കെ പറയുന്നതെന്ന് വെച്ച് നോക്കുവാണെങ്കിൽ എന്തൊക്കെ കാര്യമാണെങ്കിലും ഒരു ക്രെഡിറ്റ് എടുത്തോണ്ടു. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ടൊരു കാര്യം പറയാം. കുറച്ച് ദിവസത്തിന് മുമ്പ് അമിത്ഷാ ലാജ്പത് നഗറിലോട്ട് വന്നായിരുന്നു. ലാജ്പത് നഗറിന്റെ സ്റ്റേജിൽ കയറി അദ്ദേഹം പറഞ്ഞേക്കുവാ, കേജ്രിവാൾ പറഞ്ഞേക്കുവാണ് ഞാൻ എല്ലായിടത്തും CCTV ഫിറ്റ് ചെയ്തേക്കും, നിങ്ങൾ പറഞ്ഞ പോലെ 15 lakhs ക്യാമറ ഞാൻ ഫിറ്റ് ചെയ്യുമെന്നും. അദ്ദേഹം ടോർച്ച് അടിച്ച് നോക്കിയിട്ട് പോലും ഒരു ക്യാമറ അദ്ദേഹത്തിന്റെ കണ്ണി കണ്ടില്ലെന്ന്. പക്ഷെ 1.5 ലക്ഷം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് CCTV ക്യാമറാസ് ഉണ്ടല്ലോ അല്ലേ?
നിങ്ങൾ കേട്ടല്ലോ അല്ലേ, CCTVs എല്ലായിടത്തും ഫിക്സ് ചെയ്തിട്ടുണ്ട്. 1.5 ലക്ഷം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ചിലയിടത്തില് fix അതെ, ചില ചെയ്തിട്ടുണ്ട്, സ്ഥലത്ത് ചിലയിടത്തില്ല. ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ 1.5 ലക്ഷം കഴിഞ്ഞു. നിങ്ങൾ ബൈ ചാൻസ് നോക്കുവാണെങ്കിൽ അദ്ദേഹം ഏത് സ്റ്റേജിലാണ് നിന്ന് സംസാരിച്ചത് അതിന്റെ മേലെയാണ് 3 CCTV ക്യാമറ വെച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന RWന് ദേഷ്യം വന്ന് CCTV ക്യാമറയിലെല്ലാം റെക്കോർഡ് ചെയ്ത് അടുത്ത ദിവസം തന്നെ അമിത്ഷാക്ക് എല്ലാം അയച്ചു കൊടുത്തു. ഏത് സ്റ്റേജിന്റെ അടുത്താണോ നിന്ന് സംസാരിച്ചത് അവിടെ തന്നെ ക്യാമറ ഉണ്ടെന്ന്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് മോദിജി നൽകിയ പണത്തിലാണ് അതെല്ലാം ചെയ്തതെന്നാണ്. ഇല്ല, ഇതുവരെ മോദിജി CCTV ക്യാമറയ്ക്ക് വേണ്ടി ഒറ്റ രൂപ തന്നിട്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഞാൻ ഡൽഹിയിൽ CCTV ക്യാമറ ഫിക്സ് ചെയ്യണം, അത് നിർഭയ ഫണ്ടിൽ നിന്ന് തരാനാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹം തന്നില്ല. ഞാൻ ബസ്സിൽ ക്യാമറ ഫിക്സ് ചെയ്യണം, നിർഭയ ഫണ്ടിൽ നിന്ന് എടുത്ത് തരാൻ പറഞ്ഞിട്ടും തന്നില്ല. 1 രൂപയും അദ്ദേഹം തന്നില്ല, ഒരു ക്യാമറയും അദ്ദേഹം ഫിക്സ് ചെയ്തിട്ടും ഇല്ല. പക്ഷെ ഇപ്പോഴും ഈ കാലം പോയിട്ടില്ലല്ലോ. 3 ലക്ഷം ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, 3 ലക്ഷം അദ്ദേഹത്തിനോട് ഇടാൻ പറ. ഒരുമിച്ചാണ് പണിയെടുക്കണ്ടേ. ഡൽഹി ഞങ്ങൾക്കും സ്വന്തമാണ്, അദ്ദേഹത്തിന് സ്വന്തമാണ്. ഡൽഹി എല്ലാവർക്കും ഉള്ളതാ. ഡൽഹിയെ നല്ല രീതിക്ക് മാറ്റേണ്ടത്. എത്രത്തോളം CCTV ഫിക്സ് ചെയ്യണമെന്ന് താങ്കൾ കരുതിയോ അത്രത്തോളം ഫിക്സ് ചെയ്യാൻ സാധിച്ചില്ല. ഇല്ല, അങ്ങനെയല്ല. മുഴുവൻ ഡൽഹിക്ക് എത്രയാണോ ആവശ്യമുള്ളത് 3 ലക്ഷത്തിന് ശേഷം ഏതൊക്കെ സ്ഥലത്ത് ഇനിയും ആവശ്യമുണ്ടോ അതൊക്കെ ഞങ്ങൾ പോയി ശ്രദ്ധിക്കും. അതും പോയി ഞങ്ങൾ നോക്കി ഫിക്സ് ചെയ്യും. ഈ 10 ലക്ഷം 15 ലക്ഷം ഫിഗർ എവിടെ നിന്നാണോ അതാരാണോ ക്രിയേറ്റ് ചെയ്ത് ഇതുവരെ അറിയില്ല. അവരുടെ തന്നെ ചോദിക്കുക. അവരുടെ തന്നെ അടുത്ത പ്രാവശ്യം ഈ പ്രോഗ്രാമിലോട്ട് വരാൻ പറയൂ. അവര് മറ്റൊരു ചോദ്യവും ചോദിക്കുന്നുണ്ടായിരുന്നു. വൈഫൈ വാഗ്ദാനം ചെയ്തിരുന്നു. ഞാനും ഇലക്ഷന്റെ സമയത്ത് അത് വായിച്ചിരുന്നു. ഡൽഹി മുഴുവനും വൈഫൈ ഫ്രീ ആയിട്ട് ആ നൽകും. പണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. വളരെ ലേറ്റ് ആയിട്ടാണ്. അതെ, കുറച്ച് ലേറ്റായി. ഇത്രയും പണിയൊക്കെ എല്ലാം കൂടെ തീർത്തിട്ട് വരുമ്പോഴേക്കും 5 വർഷം എടുക്കൂലേ. അതിനായിട്ടുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് വൈഫൈ ഞങ്ങൾ ഇട്ടു. ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നിങ്ങൾക്കത്. ഒരു കാര്യം ഇലക്ഷൻ ഇഷ്യൂ ആയിട്ട് മാറിയില്ല, പക്ഷേ ജനങ്ങളെ വളരെയധികം ഹേർട്ട് ചെയ്തു. അതായത് ഡൽഹിയിലെ പൊല്യൂഷനെ കുറിച്ച്. ഡൽഹിയിലെ കാറ്റിൽ വിഷമുണ്ട്. പക്ഷെ ജനങ്ങളുടെ സങ്കടം എന്താണെന്ന് വെച്ചാൽ 5 വർഷമായിട്ട് താങ്കളാണ് ഭരിക്കുന്നത്, പക്ഷെ താങ്കൾ അത് ശ്രദ്ധിക്കുന്നില്ല. ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡേറ്റാസ് തരാം. ഞങ്ങൾ ഭരണത്തിൽ വന്ന സമയത്ത്, അതായത് അന്ന് തൊട്ട് 2015 അതായത് 2019 വരെ ഡൽഹിയിലെ പൊല്യൂഷൻ 25% കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതിൽ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ഇതിലൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ കൂടിയിട്ടില്ല. കൂടുന്നതിന് പകരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുറഞ്ഞത്? അതിനൊരു 3-4 കാരണം ഉണ്ടാവണമല്ലോ. ആദ്യത്തെ കാരണം, ആദ്യമൊക്കെ ഡൽഹിയിൽ ഒരുപാട് കറണ്ട് പൊയ്ക്കൊണ്ടിരുന്നു. അതായത് പവർ കട്ട് ഉണ്ടാവുമ്പോൾ നിങ്ങൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ടാവും, മറ്റേ ഹോണ്ടയുടെ ജനറേറ്റർ റെഡ് കളറിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഏകദേശം 6 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം മാറ്റിക്കളഞ്ഞു. കാരണം ഇപ്പം ഡൽഹിയിലെ എല്ലാ സ്ഥലത്തും എപ്പോഴും കറണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ പൊല്യൂഷൻസ് കുറഞ്ഞു. രണ്ടാമത്, സെൻട്രൽ ഗവൺമെന്റിൽ ഞാൻ നിങ്ങൾക്ക് ക്രെഡിറ്റ് നൽകാം. അതായത് ആവശ്യമുള്ള സ്ഥലത്ത് ഞാൻ നൽകിയിരിക്കും. സെൻട്രൽ ഗവൺമെന്റിൽ ഈസ്റ്റ് വെസ്റ്റ് പെരിഫറൽ ഡൽഹിയുടെ 4 സൈഡിലോട്ടും, അതായത് 4 സൈഡിൽ റിംഗ് റോഡ് അവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മുൻപൊക്കെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ആ സ്റ്റേറ്റിലോട്ട് പോകാനായിട്ട് UP നിന്ന് ഹരിയാന ടോ UPയിലോട്ട് ഒരു ട്രക്ക് പോകും. ഏകദേശം 40,000 തൊട്ട് 50,000 ട്രക്കാണ് ഒരു ദിവസം പോയിട്ട് വന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ പുറത്തു പോകുന്ന സമയത്ത് പൊല്യൂഷൻ നല്ലപോലെ കുറഞ്ഞു. ഡൽഹിക്കകത്ത് ഞങ്ങൾ ഒരുപാട് മരം നട്ടിട്ടുണ്ട്. ഏകദേശം 1100 ഏക്കറിലാണ് ഈ മരമൊക്കെ നട്ടത് ഞങ്ങൾ. അതിൽ നിന്ന് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് സ്റ്റെപ്സ് ഞങ്ങൾ എടുത്തു. എന്നാലും ഇനിയും ഞങ്ങൾ ഒരുപാട് സ്റ്റെപ്സ് എടുക്കാനിരിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിൽ ഇനിയും പൊല്യൂഷൻ കുറഞ്ഞിരിക്കണം. അതായത് ജനങ്ങൾ വെറും തമാശയായിട്ട് പറയുന്ന കാര്യമാണ്. ആദ്യം കേജ്രിവാളാണ് ചുമച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഡൽഹിയിലുള്ള ജനങ്ങൾ മൊത്തം ചുമയ്ക്കാൻ തുടങ്ങിയെന്ന്. ഇല്ല, അങ്ങനെയല്ല. കുറച്ച് ചുമ കുറഞ്ഞിട്ടുണ്ട്. അതായത് 25% കുറഞ്ഞിട്ടുണ്ട്. 25% പറ്റുന്ന അളവിന് എല്ലാവരും ചുമ കുറച്ചു ഞങ്ങൾ. ശരി, ജനങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഭരണം വന്നതിന് ശേഷം ഡൽഹിയിൽ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. വാട്ടർ, അതായത് വെള്ളവും ഫ്രീ ആയിട്ട് കിട്ടുന്നു. മാത്രമല്ല ബസ്സിന്റെ യാത്രാ നിരക്കും വളരെയധികം കുറച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ടുമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലെ ജനങ്ങൾ അവരും ഡൽഹിയിലേക്ക് വരും. പിന്നവർ വീട് വെച്ച് ഇവിടെ തന്നെ താമസിക്കാനും തുടങ്ങും. ഇപ്പോൾ തന്നെ പോപ്പുലേഷൻ കൂടുതലാണ്. ഒരുപക്ഷെ ആൾക്കാർ ഇങ്ങോട്ട് വന്നാൽ എങ്ങനെ അവരെ നിയന്ത്രിക്കാൻ പറ്റും? ഒരുപാട് പേര് ഇങ്ങോട്ട് വരും എന്നുള്ള കാരണം കൊണ്ട് ഡൽഹി നന്നാക്കരുതെന്നാണോ നിങ്ങൾ പറഞ്ഞേ? ഡൽഹി ഒരുപാട് നല്ല മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു നാടാണ്. നാട് നീളമുള്ള എല്ലാ നല്ല മനുഷ്യരും ഇങ്ങോട്ട് വരാൻ തയ്യാറാവട്ടെ. ഡൽഹി ഒരു മിനി ഇന്ത്യ അല്ലേ. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് പോയിട്ട് വരാം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്തുത്തരം നൽകുമെന്ന് നമുക്ക് നോക്കാം. ഒരു ലെറ്റർ മനോജ് തിവാരി ജനങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. ഇതിൽ 40,000 വീടുകളുടെ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ 2022 2 ലക്ഷം വീടുകൾ തയ്യാറാകും. അദ്ദേഹം എവിടെ സ്റ്റാർട്ട് ചെയ്തതെന്ന് കാണിക്കാവോ? മനോജ് തിവാരി എന്നെ വിളിച്ചോണ്ട് പോവോ? അദ്ദേഹം എവിടെയാ വീട് കിട്ടുന്നതെന്ന് കാണിക്കാൻ പറ. വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഡൽഹി ചീഫ് മിനിസ്റ്ററായ അരവിന്ദ് കെജ്രിവാളാണ്. ആപ്കെ അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ
ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മേലുള്ള കുറ്റാരോപണം തന്റെ പോരാട്ടങ്ങൾ മൂലം അദ്ദേഹം ജനങ്ങൾക്ക് മോശമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കെജ്രിവാൾ സാർ, BJP-ക്കാരെല്ലാവരും പറയുന്നത് 4-4.5 വർഷം താങ്കൾ BJP ഗവൺമെന്റിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആ ഫൈറ്റ് കാരണം ശരിക്കും കഷ്ടപ്പെട്ടത് ഡൽഹിയിലെ ജനങ്ങളാണ്. ഇപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നത് ദയവ് ചെയ്ത് പോകാൻ. ഡൽഹി ഗവൺമെൻറ് സർക്കാരിലുള്ള എല്ലാവരും നന്നായിട്ടാണ് ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്കൂളാവട്ടെ, ഹോസ്പിറ്റൽസ് ആവട്ടെ, EB ആവട്ടെ, വെള്ളം ആവട്ടെ, ഏകദേശം 4 സെക്ടറിൽ മാറ്റം വന്നു. ഏകദേശം ഈ 70 വർഷം സർക്കാരിൽ ഇത്ര മാറ്റം വന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല. ഇനി നടക്കുമെന്നും അറിയില്ല, ഞങ്ങളെ വരുള്ളൂ. ജനങ്ങളെല്ലാം സന്തുഷ്ടരാണ്. ഞാൻ താങ്കൾക്കൊരു ഉദാഹരണം പറയാം. മനോജ് തിവാരി പറഞ്ഞിരിക്കുന്നു പാവങ്ങൾക്ക് വീട് നൽകുന്ന പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി. പക്ഷേ താങ്കൾ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് ഒരു വർഷം 3623 ജനങ്ങൾ വീടില്ലാതെ മരിച്ചു. ഇതൊഴിച്ച് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന പോലെ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയും എനിക്കറിഞ്ഞില്ല. എല്ലാവരും നുണയാ പറയുന്നത്. അവരുടെ ഒരു പദ്ധതിക്കും ഞങ്ങളുടെ പദ്ധതിക്കും ഒരു ബേസിക് ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഞങ്ങളുടെ ഡൽഹി രാഷ്ട്രീയത്തിന് ഒരു പദ്ധതി ഉണ്ട്. അതായത് ചേരിയിൽ താമസിക്കുന്നവർക്കൊക്കെ വീട് കൊടുക്കുന്നത്. ഈ ചേരിയിൽ വീടില്ലാത്തവർക്ക് വേണ്ടി വീട് കൊടുത്തിരിക്കും ഞങ്ങൾ. അവർക്ക് വീട് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഞങ്ങളുടെ ഒരു പദ്ധതി വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ എമൗണ്ട് പേ ചെയ്യുന്ന മാതിരി ഉണ്ടോ, അത് വളരെ കുറഞ്ഞ എമൗണ്ടാണ്. അവർ ചോദിക്കുന്നത് പൈസ എന്നൊക്കെ വെച്ചാൽ വളരെ കൂടുതലാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ആ പൈസ ലേശം കുറയ്ക്കുവാണെങ്കിൽ നിങ്ങളുടെ പദ്ധതിയും ഉൾപ്പെടുത്താന്ന് പറഞ്ഞപ്പോൾ അവരിത് കേട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പദ്ധതി മാത്രം ചെയ്യുന്നു. ഇത് താങ്കളുടെ പദ്ധതിയല്ല, പക്ഷേ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ അവർ നൽകിയിട്ടുണ്ട്. ഒരു ഫോമും ഉണ്ട്. ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത് വീട്, കുടിസിലുള്ളവർക്ക് വീട് കൊടുക്കുന്നല്ലേ, അല്ലാണ്ട് വീടില്ലാത്തവർക്കല്ല. രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. ഹോംലെസ്സിനല്ല, ഹോംലെസ്സിന് എപ്പോഴും നൈറ്റ് ഷെൽട്ടർ ഉണ്ട്. നൈറ്റ് ഷെൽട്ടേഴ്സ് ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയക്കാർ വരുന്നതിന് മുമ്പ് തന്നെ 70-80 നൈറ്റ് ഷെൽട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ 300 തൊട്ട് 400 എണ്ണം ഉണ്ടാക്കി. സോ ഇന്ന് നിങ്ങൾക്കത് സാർ ഓർമ്മയുണ്ടാവും തോന്നുന്നു. നമുക്ക്, അതായത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇതിനു മുമ്പുള്ള ഓരോ തണുത്ത കാലവും കോർട്ട് ഡൽഹി സർക്കാരിനെ എത്രത്തോളം സ്ട്രിക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ റോഡിൽ കിടന്നുറങ്ങുന്നതുകൊണ്ട് എത്ര പേര് മരിച്ചുപോയി. കഴിഞ്ഞ 3-4 വർഷത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഏതൊരു കോർട്ടിലും കോർട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന പോലെ ഒന്നും നടന്നിട്ടില്ലെന്നേ. ഇനിയും പറയുകയാണെങ്കിൽ കോർട്ടിന്റെ റിട്ടയർഡ് ജഡ്ജസ് ഞങ്ങളുടെ നൈറ്റ് ഷെൽട്ടറൊക്കെ കാണാൻ വന്നതാണ്. അവരൊക്കെ കണ്ട് നല്ലപോലെ പറഞ്ഞു ഈ നൈറ്റ് ഷെൽട്ടേഴ്സ് ഒക്കെ അടിപൊളിയാണ്. ഈ ഹോംലെസ് പീപ്പിളിനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അവർക്ക് വോട്ട് പോലും ഇല്ല. പക്ഷെ ഞാൻ വോട്ട് ബാങ്കിന് വേണ്ടിയല്ല വർക്ക് ചെയ്യുന്നത്. അവരുടെ നൈറ്റ് ഷെൽട്ടേഴ്സിന് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്ത എല്ലാത്തിനും വേണ്ടി അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഇൻഫാക്ട് ഓരോ വർഷവും മീഡിയ പോലും അത് പോയി ശ്രദ്ധിച്ചിട്ട് വരുന്നുണ്ട്. അതായത് ഈ ചേരിയിലുള്ളവർക്ക് വേണ്ടി എവിടെയൊക്കെ ചേരിയിലുള്ള മനുഷ്യരുണ്ടോ അവർക്ക് എല്ലാവർക്കും വീട് നൽകാനുള്ള എല്ലാ പദ്ധതിയും നമ്മൾ ചെയ്തു കൊടുത്തിട്ടും ഉണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇനിഷ്യൽ എമൗണ്ട് ആരംഭത്തിൽ കെട്ടേണ്ടത് അവർക്ക് അധികമായിരിക്കും, ഞങ്ങളുടെ ഇത് കുറവായിരിക്കും. കുറച്ചുകൂടെ അവർ കുറച്ച് എന്നാൽ നല്ല രസമായിരിക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് അംഗീകരിക്കാത്ത കോളനികൾ, അതായത് ഇല്ലീഗലായിട്ടുള്ള കോളനികൾക്ക് അംഗീകാരം നൽകേണ്ടി വന്നിരിക്കുന്നു. അതായത് ചേരികൾക്കും കോളനികൾക്കും. കേജ്രിവാളിനോട് ഞങ്ങൾ 2 വർഷമായിട്ട് ചോദിക്കുകയാണ് ആ കോളനിയുടെ സ്കെച്ച് എവിടെയാണ്, പക്ഷെ അദ്ദേഹം നൽകിയില്ല. ഈ ചോദ്യം നിങ്ങൾ എന്തായാലും ചോദിച്ചാൽ നന്നായി, ഞാൻ ഇത് ക്ലിയർ ചെയ്തു തരാം. ചേരിയിലുള്ള ജനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് 2 ഡിമാൻഡാണുള്ളത്. ഒന്ന്, അവരവിടെ തന്നെ വർക്ക് ചെയ്യണം. തെരുവ്, റോഡ് പണി, പൈപ്പ് ലൈൻ സിസ്റ്റം, ഡ്രെയിനേജ് സിസ്റ്റം, ഇതുപോലെ എല്ലാം അവർ വർക്ക് ചെയ്തേ പറ്റൂ. 70 വർഷങ്ങളായി അവരാ ചേരിയിൽ ഇതേപോലെ ജീവിച്ച് കഷ്ടപ്പെട്ടിട്ടുള്ളത്. റോഡിട്ട് കൊടുത്തിട്ടില്ല, അവർക്ക് വേണ്ടി വഴികളില്ല, മഴവെള്ളം പോകാനുള്ള വഴിയും ഇല്ല. മഴക്കാലത്തൊക്കെ അവർക്ക് വീട് വിട്ട് പുറത്തു വരാൻ തന്നെ വളരെ പാടാണ്. പിന്നെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഫണ്ട് ശരിക്കും കിട്ടുന്നില്ല, അതുകൊണ്ട് ചെയ്യാൻ പാടാണെന്ന്. സർക്കാർ അനുവദിച്ചില്ലെന്നും പറയും. പിന്നെ ഞാൻ വന്നതിന് ശേഷം തന്നെ ഉടനെ ചേരികളിലൊക്കെ പണി പെട്ടെന്ന് തുടങ്ങണം. 1797 തൊട്ട് 1281 കോളനീസിൽ ഞാൻ ഇതുവരെ പൈപ്പ് ലൈൻ, ഡ്രെയിനേജ്, റോഡ്, മഴവെള്ളം ചേർക്കാനുള്ള എല്ലാ സിസ്റ്റവും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ എല്ലാ പണികളും 1281 കോളനീസിൽ നമ്മൾ തീർത്തു. ഇപ്പൊ അതിന്റെ റെഗുലറൈസേഷൻ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങളുടെ സർക്കാർ വന്നതും November 12, 2015 ക്യാബിനറ്റിൽ മുൻമൊഴി എടുത്ത് പാസ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് ഇതൊക്കെ നിറവേറ്റാനായിട്ട് പറഞ്ഞിരിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റ് നവംബർ 2012 തൊട്ട് 2015 വരെ അനങ്ങാണ്ടിരുന്നു. ഇലക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരുന്നു. കോൺഗ്രസ് ഓരോ ഇലക്ഷന് മുമ്പ് വാക്ക് നൽകുന്നത് പോലെ ഇവരിപ്പോ ഇലക്ഷന് മുൻപേ വന്ന് വാക്ക് നൽകാൻ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നേക്കാം, ഞങ്ങളെല്ലാം ചെയ്തു തന്നേക്കാം എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ അറിയോ, 40 ലക്ഷത്തോളം ആൾക്കാർക്കാണ് ഇത് ഉപയോഗപ്പെടുന്നത്. ആ 40 ലക്ഷം പേരിൽ എത്ര പേർക്കാണ് ഇപ്പൊ ഇതുവരെ ചെയ്തു കൊടുത്തിരിക്കുന്നത്? വെറും 20 പേർക്ക്. ഇല്ല, ഞാൻ പിന്നെ രജിസ്റ്ററിനെ കുറിച്ച് പറയാൻ നിങ്ങളത് കേൾക്ക്. 20 പേർക്ക് ഇവർ രജിസ്ട്രി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. അതെങ്ങനെ? കൃഷി ചെയ്യുന്ന ഭൂമിക്ക് വേണ്ടിയാണ് ഇവർ അപ്രൂവൽ കൊടുത്തേക്കുന്നത്.
നാളെ ആരേലും കോർട്ടിലോട്ട് പോയാ രജിസ്ട്രി കൊടുത്തവരുടെ വീട് സീൽ ചെയ്തേക്കില്ലേ? പാവം അവർക്കും ബാധകമല്ലേ? അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേജ്രിവാൾ കൃത്യസമയത്ത് അതിന്റെ സ്കെച്ച് ഞാൻ നൽകിയിരുന്നെങ്കിൽ ആ സ്കെച്ചിനെ കുറിച്ച് പറയാം. ഞങ്ങള് സാറ്റലൈറ്റ് വെച്ചാണ് അതിന്റെ സ്കെച്ച് വരച്ചത്. ഞങ്ങളുടേതാണ്. ഞങ്ങൾ അവരുടെ അടുത്ത് നവംബർ 12, 2015 ആ പദ്ധതി അയച്ച സമയത്ത് ഞങ്ങൾ സാറ്റലൈറ്റിന്റെ എല്ലാ സ്കെച്ചും അയച്ചു കൊടുത്തതാണ്. GSDA എല്ലാ സ്കെച്ചും ഞങ്ങളുടേതാണ്. ആ സാറ്റലൈറ്റിന്റെ ഒക്കെ സ്കെച്ച് ഒന്നും ഏൽക്കാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫിസിക്കലി അളവെടുത്ത് തരാൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫിസിക്കലി അളവെടുത്താണ് അവർ അയക്കാൻ പറയുന്നത്. ഇപ്പൊ 1597 കോളനീസ് ഫിസിക്കലായിട്ട് അളവെടുക്കാൻ സമയമെടുക്കും. അതിന്റെ അളവെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സമയമെടുത്തു. പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് സാറ്റലൈറ്റ് മാപ്പ് തന്നെ മതിയെന്ന. അത് 4 വർഷത്തിന് മുമ്പ് ചെയ്തിരിക്കാലോ. ഇപ്പോ ഈ ലെറ്റർ മനോജ് തിവാരി ജനങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. ഇതിൽ 40,000 വീടുകൾ കെട്ടാനുള്ള പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നു. ഇതുപോലെ തന്നെ 2022 2 ലക്ഷം വീടുകൾ റെഡി ആവുമെന്ന്. കുടിലുള്ള സ്ഥലത്ത് ഒരു വീട്, ആ വീടിനുള്ളിൽ ഗ്യാസും കാണുമെന്ന്, കറണ്ടും കാണും, വെള്ളവും കാണും. ഇത് എവിടെ ആരംഭിച്ചതെന്ന് കാണിക്കാവോ? ഒരു വീട് പോലും കെട്ടിയിട്ടില്ല. ഒരു വീട് പോലും ഇല്ല. എല്ലാം നുണയാ. മനോജ് തിവാരിയോട് എന്നെ വിളിച്ചോണ്ട് പോകാൻ പറയണേ. എവിടെയാണ് വീട് കെട്ടുന്നതെന്ന് കാണിക്കാൻ പറയണം. സെൻട്രൽ ഗവൺമെന്റ് ഒരു പദ്ധതിയുണ്ട്, ആയുഷ്മാൻ ഭാരത്. പറയൂ. താങ്കൾ ഡൽഹിയിലുള്ള 1.5 കോടി ജനങ്ങൾക്ക് ആയുഷ്മാൻ പദ്ധതി പ്രയോജനപ്പെടുത്താനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങളുടെ ചാനലിലോട്ട് ഒരു തീരുമാനം എടുത്തേക്കാം. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് എടുത്തേക്കാം, ഇല്ലെങ്കിൽ നമുക്കത് ഡ്രോപ്പ് ചെയ്തേക്കാം. ഡൽഹി സർക്കാരിന് വേറെ ഒരു നല്ല പദ്ധതിയും ഉണ്ട്. ആ പദ്ധതിക്ക് താഴെ ഡൽഹിയിലുള്ള ജനങ്ങൾ ഏതൊക്കെ പണമുള്ളവരായാലും ശരി, പണം ഇല്ലാത്തവരായാലും ശരി, ഡൽഹി സർക്കാരിന്റെ ഏതൊരു ആശുപത്രിയിലും ശരി, എല്ലാ മൊഹല ക്ലിനിക്കിലും എല്ലാ പോളിക്ലിനിക്കിലും എല്ലാ ട്രീറ്റ്മെന്റും അവർക്ക് ഫ്രീ ആണ്. മരുന്ന് ഫ്രീ ആയിരിക്കും, ചികിത്സ ഫ്രീ ആയിരിക്കും, എല്ലാം ഫ്രീ ആയിരിക്കും, ഫുള്ള് ഫ്രീ. അത് 10 ലക്ഷത്തിന്റെ ഓപ്പറേഷൻ ആണെങ്കിലും ശരി, 20 ലക്ഷത്തിന്റെ ഓപ്പറേഷൻ ആണെങ്കിലും ശരി, അത് ഫുള്ള് ഫ്രീ ആക്കി. അതായത് പണം ഉള്ളവർക്കായാലും ശരി, ഇല്ലാത്തവർക്കായാലും ശരി. ഇത് ഡൽഹി രാഷ്ട്രീയത്തിന്റെ പദ്ധതി. അതായത് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരു പുതിയ പദ്ധതിയായിട്ട് വന്നേക്കുക, ഞങ്ങൾ ഇൻഷുറൻസ് നൽകാമെന്ന്. ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ്. അതായത് ഒരു കുടുംബത്തിൽ നിങ്ങൾക്ക് 6 ലക്ഷം രൂപയ്ക്ക് ബില്ല് വന്നാൽ, അതായത് 6 ലക്ഷത്തിന് ബില്ല് വന്നാൽ നിങ്ങൾക്ക് റീഎംബേഴ്സ്മെന്റ് കിട്ടില്ല. പിന്നെ 5 ലക്ഷം രൂപ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. ആരുടെ അടുത്ത് സ്കൂട്ടർ ഉണ്ടോ അവർക്ക് കിട്ടൂല, ആർക്കൊക്കെ മോട്ടോർ സൈക്കിൾ ഉണ്ടോ അവർക്കും കിട്ടത്തില്ല, ആരുടെ അടുത്തൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടോ അവർക്കും കിട്ടൂല, ആർക്കൊക്കെ ഫ്രിഡ്ജ് ഉണ്ടോ അവർക്കും അത് കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു കുടുംബത്ത് 10,000 രൂപയ്ക്ക് മേലെ ഇൻകം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടത്തില്ല അവർക്കത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ ഇതുവരെയുള്ള ഫിഗേഴ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചു മുൻപ് വരെ ഈ കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു 12 കോടി വരെ. 1,95,000 ജനങ്ങൾക്ക് ജനുവരി 31 വരെ ഈ കാർഡ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 21,214 ഹോസ്പിറ്റലുകളുണ്ട്, എംപാനലിലുണ്ട്. അവിടെ 5 ലക്ഷം വരെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. അതിനോടൊപ്പം ഇന്ന് വൈകുന്നേരം വരെ 62,97,000 പേഷ്യൻസിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം ഗവൺമെന്റ് ഇതിനുവേണ്ടി 9,215 കോടി ചെലവ് ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അപ്പൊ ഈ സ്കീമിൽ എന്തോ ഉണ്ടെന്നല്ലേ അർത്ഥം? ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഉത്തർപ്രദേശിലെ ആയുഷ്മാന്റെ പദ്ധതി ഉണ്ട്, എന്നിട്ടും ട്രീറ്റ്മെന്റിന് വേണ്ടി അവർ ഡൽഹിക്കാണ് വരുന്നത്. ഹരിയാനയിലും ഞാൻ ഈ പറഞ്ഞ പദ്ധതി എല്ലാം ഉണ്ട്, എന്നിട്ടും അവർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഡൽഹിക്കാണ് വരുന്നത്. ഈ ഒരു പദ്ധതിയിൽ ഞാൻ പറയാം, വെയിറ്റ് ചെയ്യൂ. ഈ പദ്ധതിയിൽ ഒരു കാർഡ് കിട്ടും, പക്ഷെ ട്രീറ്റ്മെന്റ് കിട്ടൂല. ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം നാട്ടിനകത്ത് ഒരു ഹോസ്പിറ്റൽ തുറക്കണം, ഒരുപാട് ക്ലിനിക്സ് ഓപ്പൺ ആക്കണം. പിന്നെ ഈ ഫിഗർ ആയുഷ്മാൻ ഭാരതിന്റെ 215 ഹോസ്പിറ്റൽ ഉണ്ടെന്നല്ലേ പറയുന്നത്. എംപാനൽഡ് ആയിട്ടുണ്ട്. 62 ലക്ഷം ജനങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ആയുഷ്മാൻ പദ്ധതി എന്ന് പറയുന്നത് ഒരു സ്കാം ആണ്. ഇവരുടെ ചികിത്സ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇവർ ഹോസ്പിറ്റൽസിന് എന്ത് റേറ്റ് ആണോ കൊടുക്കുന്നത്, ഹോസ്പിറ്റൽസ് ആ റേറ്റിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഡ്യൂപ്ലിക്കേറ്റ് പേപ്പേഴ്സ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് പേഷ്യൻസ് ആണുള്ളത്. ഒരാൾക്ക് ശരിക്കും ട്രീറ്റ്മെന്റ് പോയിട്ടില്ല. അങ്ങനെ ട്രീറ്റ്മെന്റ് സംഭവിച്ചിരുന്നാൽ ഒരിക്കലും അവർ ഇവിടുന്ന് ഡൽഹിയിലോട്ട് വരത്തില്ല. ഞങ്ങളുടെ ഗുരുതേഗ് ബഹാദൂർ എന്നൊരു ഹോസ്പിറ്റലുണ്ട്, അത് UP-യുടെയും ഡൽഹിയുടെയും ബോർഡറിന് മുകളിലാണ്. ഇതിൽ 80% പേഷ്യൻസും ഉത്തർപ്രദേശിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കും. ഡൽഹി എല്ലാവർക്കും സ്വന്തം. ഏതൊരു നാട്ടിൽ നിന്ന് നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ഞങ്ങൾ തരും. ഒരുപക്ഷെ ആയുഷ്മാൻ ഭാരത് സക്സസ് ആയിരുന്ന അവരെന്തുകൊണ്ടാണ് ഡൽഹിക്ക് വരേണ്ട അവസ്ഥ? അവർ അവിടെ തന്നെ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കാമല്ലോ. ഡൽഹിയിൽ താങ്കൾ EB, ജലം ഇതെല്ലാം സൗജന്യമായിട്ട് നൽകിയാൽ എല്ലാവരും. അല്ലല്ല, ഞാൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, എന്നെ സംബന്ധിച്ച് ആയുഷ്മാൻ ഭാരതിൽ ട്രീറ്റ്മെന്റ് നടക്കുകയാണെങ്കിൽ അത് നടന്നു പോകട്ടെ. ട്രീറ്റ്മെന്റ് നടന്നാലും ശരി, ജനങ്ങൾക്ക് നന്നായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. 2 സ്കീമും ഉടനെ നടപ്പിലാക്കാനാണ് ഞാൻ അവർക്ക് പ്രപ്പോസൽ അയച്ചത്. പക്ഷെ അവര് പറഞ്ഞത് ഒന്നെങ്കിൽ ഇത് ഇല്ലെങ്കിൽ അതാണെന്ന്.
ഇപ്പൊ ഞങ്ങളുടെ സ്കീം എന്താന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും സമമായിരിക്കണം, ഒന്നും അങ്ങനെ ആവാൻ പാടത്തില്ലെന്ന്. അതുപോലെ ഇൻകം ലിമിറ്റ് ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ 2 കോടി ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതി വിട്ടിട്ട് ഞാൻ എങ്ങനെ 1 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് മാത്രം ചെയ്യാൻ കഴിയും? പക്ഷേ ഈ കാര്യവും താങ്കൾ കാണേണ്ടതല്ലേ? അതായത് 1 വർഷത്തിനുള്ളിൽ 9 കോടി ജനങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, അതൊരു വലിയ സ്കാമാണ് സർ. ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കും പേപ്പറിൽ വന്നിട്ടുണ്ട്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് പേഷ്യൻസ് വരുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് പേപ്പേഴ്സ് ഇവരുണ്ടാക്കുന്നുണ്ടെന്നും. കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റ ഉണ്ടല്ലോ. അല്ലല്ല, ഈ എല്ലാ സ്കാമും കമ്പ്യൂട്ടറിലാണ് ശരിക്കും. ഇപ്പൊ ഈ മൊഹല്ല ക്ലിനിക്ക് നോക്കുകയാണെങ്കിൽ വലിയ വലിയ അസുഖങ്ങൾ, ക്യാൻസർ, ഹാർട്ട് ട്രീറ്റ്മെന്റ്, ഇതൊന്നും നടക്കുന്നില്ലല്ലോ. അല്ലല്ല, ഇപ്പോൾ ഡൽഹിയിൽ ശരിക്കും ഒരു 35ഓളം വലിയ ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിൽ ഹാർട്ട് നിങ്ങൾക്ക് നോക്കാം, നെർവസ് സിസ്റ്റം നിങ്ങൾക്ക് നോക്കാം. അതിനെപ്പറ്റിയാണ് ഫോർമൽ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞത്. അവിടെ CT സ്കാനും ഇല്ല, എല്ലാം ഉണ്ടാവും. എന്റെ കൂടെ നിങ്ങൾ വരും, എല്ലാം കാണിച്ചു തരാം. ജനങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സർ, എൻ്റെ ചോദ്യം എന്താണെന്നാൽ ഞാനൊരു ടാക്സ് പെയർ ആണ്. അതായത് ഞങ്ങൾ ടാക്സ് പേയേഴ്സിൻ്റെ ഈ പൈസയുണ്ടല്ലോ, ഈ പൈസയാണല്ലോ നിങ്ങൾ ഈ പുതിയ സ്കീമുകളൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതെ, അത് തന്നെ സർ, ഫ്രീ സിസ്റ്റം. പക്ഷേ ഇത് ഡൽഹിയിലെ എല്ലാ ജനങ്ങൾക്കും കിട്ടുന്നില്ല സർ. അതായത് 200 യൂണിറ്റിൻ്റെ സമ്പ്രദായമാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷേ ഈ 200 എന്നുള്ളത് ആരെങ്കിലും 500 യൂണിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബില്ലിൽ വ്യക്തമായിട്ട് മനസ്സിലാവണം. അതായത് 200 യൂണിറ്റ് അതിന്റെ പരിധി കഴിഞ്ഞു, ബാക്കി 300ന്റെ പൈസ അടയ്ക്കണമെന്ന്. പക്ഷെ അവർ മുഴുവൻ 500 യൂണിറ്റിന്റെയും പൈസ അടയ്ക്കേണ്ട അവസ്ഥയിലാണ് സർ. ഈ 200 യൂണിറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പൈസ അടയ്ക്കുന്നുമില്ല. 200 യൂണിറ്റ് എന്തായാലും നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അത് ഉപയോഗിക്കുന്നവർ അതിന്റെ മുന്നേയും പൈസ അടച്ചിട്ടുണ്ടാവില്ല. ഇല്ലല്ല, അത് അങ്ങനെ. അവരെ നോക്കുകയാണെങ്കിൽ എപ്പോഴും, അതായത് ഡൽഹി ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ 5 വർഷം മുന്നേ എത്രമാത്രം ചേരികൾ ഉണ്ടായിരുന്നോ അതിനേക്കാളും അധികം ഇപ്പോഴുണ്ട്. റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ 5 വർഷം മുന്നേ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ടാക്സ് അടയ്ക്കുന്നവർക്ക് ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണ് സാർ കിട്ടുന്നത്? ഈ 5 വർഷം കൊണ്ട് ഗവൺമെന്റിൽ നിന്ന് നല്ല ഒരു പദ്ധതിയും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇതാണ് സാർ എന്റെ ചോദ്യം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ടാക്സ് കിട്ടുന്നു, പക്ഷേ പ്രയോജനം മറ്റുള്ളവർക്കാണെന്ന്. സോ ടാക്സ് കിട്ടുന്നവർക്ക് എന്ത് പ്രയോജനമൊന്നും. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ 200 യൂണിറ്റ് വരെ എല്ലാവർക്കും ഫ്രീ. നിങ്ങൾ ഗ്രേറ്റർ കൈലാഷിലാണെങ്കിൽ നിങ്ങളുടെയൊക്കെ കൺസംഷൻ 200 യൂണിറ്റിനേക്കാൾ കുറവാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് കേസസ് അങ്ങനെയുണ്ട്. അവിടെ പ്രായമായ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കുന്ന അവർക്ക് 200 യൂണിറ്റ് പോലും വേണ്ടല്ലോ. ഗ്രേറ്റർ കൈലാഷിൽ ഒരുപാട് വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കും ഫ്രീ ആണിത്. എല്ലാവർക്കും ഫ്രീ. പണം ഉള്ളവൻ ഇല്ലാത്തവൻ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. 200 യൂണിറ്റിനേക്കാൾ അധികം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഫുള്ളും പേ ചെയ്യേണ്ടതാണ്. ഈ പദ്ധതിയുടെ ഒരു പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരുപാട് കുറച്ച് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണം. ഇലക്ട്രിസിറ്റി കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് 250 വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് 200 വരെ ഉപയോഗിച്ചാൽ പോരായിരുന്നോ? അതിൽ പവർ സേവിംഗ് ആവും. പിന്നെ മറ്റൊരു കാര്യം, ഓവറോൾ ക്വസ്റ്റ്യൻ ഫ്രീ ബീസിനെ കുറിച്ചല്ലേ. എന്തിനാ ഫ്രീ ആയിട്ട് നൽകുന്നത്? ഇവരുടെ ഫണ്ടമെന്റൽ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് അവര് കെട്ടുന്നു, പക്ഷേ എല്ലാ സൗജന്യവും കെട്ടാത്തവർക്കാണ് ഉള്ളതെന്ന്. ഇല്ല, ഒരാളും ഒരു ടാക്സും കെട്ടില്ല എന്ന് പറയുന്നതൊക്കെ ചുമ്മാതാണ്. ഈ നാട്ടിൽ എത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനൊരു ടാക്സ് പെയർ ആണ്. GST എല്ലാവരും പേ ചെയ്യുന്നുണ്ട്. ഒരാളോ ഒരു കഷ്ടപ്പെടുന്നവര് ഒരു മാർക്കറ്റിൽ ചെന്ന് ഒരു പെൻസിൽ വെട്ടിയോ തീപ്പെട്ടിയോ എന്ത് മേടിച്ചാലും, റൊട്ടി ആയാലും ശരി, മലഞ്ചരക്കായാലും ശരി, എന്ത് മേടിച്ചാലും GST എല്ലാത്തിലും ഉണ്ട്. GST എല്ലാവരും കെട്ടുന്നുമുണ്ട്. ടാക്സ് എല്ലാവരും കെട്ടുന്നതാണ്. ഇൻകം ടാക്സ് ആണ്. അതായത് ഇൻകം ടാക്സ് 1% ആണ്. ഇൻകം ടാക്സിൽ 1% ആൾക്കാർ മാത്രമാണ് തരുന്നത്. ആദ്യത്തെ കാര്യം, GST അധികമായിട്ടുണ്ട്, ഇൻകം ടാക്സ്. പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യനും ഫ്രീ ബീസിനെ കുറിച്ചാണ്. അങ്ങനെയല്ലേ? ഞങ്ങളിപ്പോൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ എല്ലാം കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള പൈസ ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാ? ഞങ്ങൾ ഒരു കാര്യമേ ചെയ്തുള്ളൂ, കറപ്ഷൻ ഫുൾ എടുത്തു കളഞ്ഞു. കറപ്ഷൻ ഇല്ലാത്തപ്പോൾ പൈസ ഒരുപാട് ചേർന്ന് വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടുകയും ചെയ്തു. ഇതാ നോക്കിയാൽ ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ടാക്സ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ കേജ്രിവാൾ പറ്റിച്ചു, ഒരിടത്ത് മേടിച്ച് മറ്റൊരിടത്തോട്ട് കൊടുക്കുമെന്ന് പറയും. പിന്നെ അത് കറപ്ഷനാണെന്നും പറയും. ഞാൻ പിന്നെ 12% വാറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ 5% ആക്കി എല്ലാത്തിനും തന്നെ. അതും ആദ്യത്തെ വർഷത്തിൽ തന്നെ. നിങ്ങളുടെ ടാക്സ് ഞാൻ കുറച്ചിട്ടുണ്ട്. ഞങ്ങളത് ബഡ്ജറ്റിൽ ഒരിക്കലും കാണിച്ചിട്ടുമില്ല. 1 മാസത്തിന് മുമ്പ് ഡൽഹി രാഷ്ട്രീയത്തിന്റെ CAG റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഈ മുഴുവൻ നാട്ടിലും വെച്ച് നോക്കുമ്പോൾ ഡൽഹി സർക്കാർ മാത്രമാണ് ഫുൾ ഓഫ് പ്രോഫിറ്റിൽ പോകുന്നത്. മറ്റുള്ള നാടുകളിലുള്ള ഏതൊരു സർക്കാരും കഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാർ പോലും നഷ്ടത്തിലാണ്. CAG ഇതും എഴുതിയിട്ടുണ്ട്. ഡൽഹി സർക്കാർ മാത്രമാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രോഫിറ്റിൽ ഓടുന്നത്. അതിനു മുമ്പ് നഷ്ടത്തിലായിരുന്നു. ഞാൻ സർക്കാരിന് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ലോണും എവിടുന്നും മേടിച്ചിട്ടില്ല. ഞാൻ കറപ്ഷൻ നിർത്തി ഉണ്ടാക്കിയ പണം വെച്ച് ആ പൈസയിലെ ആവശ്യമില്ലാത്ത ചെലവെല്ലാം മാറ്റിയെടുത്ത് ആ പൈസ വെച്ച് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ഞാൻ ചെയ്തു കൊടുക്കുവാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രൈവറ്റ് ജെറ്റ് മേടിച്ചിട്ടുണ്ട്. 190 കോടി രൂപയ്ക്കാണ് മേടിച്ചേക്കുന്നത്. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും മേടിച്ചിട്ടില്ല ഇതുവരെ. ആ 190 കോടി ഉപയോഗിച്ചാൽ ഇവർക്ക് ഫ്രീ ആയിട്ട് വെള്ളവും ഫ്രീ ആയിട്ട് EVയും ഞാൻ കൊടുത്തേക്കുന്നു. അല്ലല്ല, താങ്കൾ ഒരു പക്ഷേ പ്രൈവറ്റ് ജെറ്റ് വാങ്ങിയിരുന്നെങ്കിൽ ബവാലയിലേക്ക് പോയിരുന്നേന്. നിങ്ങളുടെ ടെറസിന്റെ മുകളിൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ മേലെയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടത്. എന്തൊരു ട്രാഫിക് കടന്നാ ഞാൻ വന്നേക്കുന്നത്.
നേരെ എന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന് ഹെലികോപ്റ്റർ പറന്നു വന്ന് നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് ഞാൻ ഇറങ്ങി ലാൻഡായി. വീട്ടിലും ഹെലികോപ്റ്ററിന് സ്ഥലമില്ല, ഞങ്ങളുടെ ബിൽഡിങ്ങിലും ഇല്ല. പക്ഷെ അവർ അടിസ്ഥാനപരമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇൻകം ടാക്സ് കെട്ടുന്നവർക്ക് വേണ്ടി താങ്കൾ എന്തൊക്കെ ചെയ്തെന്ന്. എല്ലാവർക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് CCTV ക്യാമറ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫരിസ്തെ സ്കീമുണ്ട്. ഫരിസ്തെ സ്കീം എന്ന് വെച്ചാൽ എന്താണെന്നറിയുമോ? ഫരിസ്തെ സ്കീമിൽ ഒരു പക്ഷേ ഡൽഹിക്കകത്ത് ആർക്കെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ, ആക്സിഡന്റ് ആർക്ക് വേണമെങ്കിൽ നടക്കും, പണക്കാർക്കായാലും പാവപ്പെട്ടവർക്കായാലും. അതുപോലെ ആർക്കൊക്കെ ആക്സിഡന്റ് നടന്നാലും നോർമലി ആക്സിഡന്റ് ആയവരെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചോണ്ട് പോകാൻ എല്ലാവർക്കും മടിയാണ്. ഹോസ്പിറ്റലിലോട്ട് ഒരു പക്ഷേ അവരെ വിളിച്ചോണ്ട് പോയാൽ ആ ബില്ല് നമ്മുടെ തലയിൽ കിട്ടുമെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം അഡ്വാൻസ് കെട്ടാൻ പറയും. ഇപ്പൊ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ നിയറസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോകും, മുഴുവൻ ചെലവും ഡൽഹി സർക്കാർ എടുത്തോളും. ഞങ്ങൾ 3000 പേരുടെ ജീവനാണ് രക്ഷിച്ചേക്കുന്നത്. സോ ഡൽഹിക്കകത്ത് സ്കൂളിന്റെ അകത്ത് പ്രൈവറ്റ് സ്കൂളിൽ ഞങ്ങൾ ഫീസ് കൂട്ടാൻ അനുവദിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് എല്ലാവർക്കും ലാഭം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് താങ്കളുടെ പാർട്ടി ലോക്സഭയിൽ 7 സീറ്റിലും തോറ്റുപോയല്ലോ, 3-ാം സ്ഥാനത്തെത്തി. അതിനുവേണ്ട കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടില് ലോക്സഭ ആയിക്കോട്ടെ വിധാൻസഭ ആയിക്കോട്ടെ തനിച്ചാണ് അവരത് കാണുന്നത്. ഇപ്പൊ നിങ്ങൾ ഒറീസേനെ നോക്കുവാണെങ്കിൽ, ഒറീസയിൽ ലോക്സഭ വിധാൻസഭയുടെ ഇലക്ഷൻ ഒറ്റ ദിവസത്തിലാണ് സംഭവിച്ചത്. ഒരു വോട്ടർ ബൂത്തിലോട്ട് എത്തുന്ന സമയത്ത് അവിടെ 2 മെഷീൻ ഉണ്ടായിരുന്നു. അവിടെ അവൻ ഒരു മെഷീനിൽ ചെയ്യേണ്ട വോട്ട് 2 മെഷീനിലാണ് ചെയ്തത്. ഒഡീസയിൽ പിന്നെ ഡൽഹിയിലെ കോർപ്പറേഷൻ ഇലക്ഷനിൽ മൊത്തം പോയല്ലോ. കോർപ്പറേഷന്റെ ഇലക്ഷനിൽ ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നത് ഇതിൽ ജനങ്ങളാണ് എല്ലാം. ജനങ്ങൾ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ലല്ലോ. പിന്നെ എങ്കിൽ ഇപ്രാവശ്യം ജനങ്ങൾ ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം താങ്കൾക്കുണ്ടോ? ജനങ്ങളാണെല്ലാം. സർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിർഭയ കേസിലെ പ്രതികളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നു. അതിപ്പോ മാറ്റിയിരിക്കുകയാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ 4 മണിക്കൂർ കാത്തിരുന്ന ശേഷം ഇങ്ങനെയുള്ളൊരു വിധി കേട്ടതിന് ശേഷം അവർ ശരിക്കും സങ്കടപ്പെട്ടു. അവർക്കത് സഹിക്കാൻ പറ്റിയില്ല. അവര് പറയുന്നത് ഈ വധശിക്ഷ നിർത്തലാക്കിയതിന് പിന്നിൽ എന്തോ വലിയൊരു ചതി ഉണ്ടെന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഡൽഹി സർക്കാരിന് അതിന്റെ ആവശ്യമില്ല. ഡൽഹി സർക്കാരിന് ഒരു റോളും ഇല്ല. ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എക്സിസ്റ്റിംഗ് ലീഗൽ പ്രോസസ് ഉണ്ടല്ലോ, അവരുടെ വക്കീല് ഈ ലീഗൽ പ്രോസസ്സ് തെറ്റായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് സംബന്ധമുള്ളവർ, അതായത് ഈ യങ്സ്റ്റേഴ്സ്, ആ ഗിൽറ്റായിട്ടുള്ളവരെല്ലാം അവരൊക്കെ മേഴ്സി പെറ്റീഷൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ റിജക്റ്റായി. തൂക്കിലിടാൻ പറഞ്ഞതും അവസാനം റിജക്റ്റ് ആയിപ്പോയി. പിന്നെ അത് റിജക്റ്റ് ആയി പോയപ്പോൾ 3ാമത്തെ ഒരു പെറ്റീഷനും ഇട്ടു. എല്ലാവരും കൂടെ ഒരുമിച്ചല്ല ചെയ്തത്. അവരാ പ്രോസസ്സ് തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാരും ആലോചിക്കുന്നുണ്ട്, കോർട്ടും ആലോചിക്കുന്നുണ്ട്, ഞങ്ങളും ആലോചിക്കുന്നുണ്ട്. ഇതിൽ സംബന്ധപ്പെട്ട എല്ലാ കാര്യവും മാറ്റണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ കാര്യത്തിൽ ഗിൽറ്റിയാണെന്നൊരു കാര്യം സമ്മതിച്ചു കഴിഞ്ഞാൽ, അവനാണ് റേപ്പ് ചെയ്തതെന്ന് വെച്ചാൽ അവന് ഉറപ്പായിട്ട് തൂക്കിലിട്ടേക്കണം. ആ പ്രോസസ്സ് അവൻ ഒരിക്കലും തെറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, തൂക്കിലിടുന്നത് ഒഴിഞ്ഞു മാറാനായിട്ട്. ഇത് അവൻ മാത്രമല്ല, എല്ലാ നാടും നാണം കെട്ടിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഡിസംബർ 16-ാം തീയതി അത്രയും വലിയൊരു വൃത്തികെട്ട സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് ഏകദേശം ഒരു 7 വർഷത്തോളമായി. അവനെ തൂക്കിക്കൊല്ലേണ്ട ശിക്ഷ കിട്ടിയിട്ടില്ല. ഞാനായാലും ജനങ്ങളായാലും വിചാരിക്കുന്നത് അവനെ തൂക്കിലിടാനുള്ള ശിക്ഷ കിട്ടാൻ. അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, തൂക്കുകയറ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അരവിന്ദ് കെജ്രിവാൾ. അവർ തെറ്റായിട്ടാണ് പറഞ്ഞത്. അവരങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇതിലെന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ റോളൊന്നുമില്ല. ഡൽഹി പോലീസ് ഞങ്ങളുടെ താഴെയല്ല. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, 4 മണിക്കൂർ ഞങ്ങൾ കോടതിയിലുണ്ടായിരുന്നു. രാഹുൽ മേറ, അതായത് ഡൽഹി സർക്കാരിന്റെ വക്കീൽ, കുറ്റവാളികൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അദ്ദേഹം ഒരു കുറ്റവാളിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് നിയമം എന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മെഹ്റയ്ക്ക് ഇതിലൊരു കാര്യവും ഇല്ലല്ലോ. ഇതില് എന്റെ ഒരു റോളും ഒന്നും തന്നെ ഇല്ല. പോലീസ് എന്റെ താഴെയല്ല, ലോ ആൻഡ് ഓർഡർ ഒന്നും ഞങ്ങളുടെ താഴെയല്ല. ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് വെറും ഫയൽസ് മാത്രമാണ് വരുന്നത്. ഞങ്ങളത് ജയിലിലോട്ട് അയച്ചു കൊടുക്കും. ജയിലിൽ നിന്ന് വരുന്നത് ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് അയക്കും. ഇതിൽ ഞങ്ങൾക്ക് ഒരു റോളും തന്നെ ഇല്ല. ആ ഫയൽ അയക്കുന്ന കാര്യം ഞങ്ങൾക്ക് 24 hours തന്നെ തീർന്നേക്കും. ഡൽഹി സർക്കാരിന്റെ പണി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പോസ്റ്റ് ഓഫീസ് പോലെയാ, വേറെ ഒരു പണിയും ഇല്ല. ഇതുപോലത്തെ കുറ്റങ്ങൾക്ക് നമ്മൾ ഇതിൽ റൂൾസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഈ മുഴുവൻ അധ്യായവും എടുത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ വളരെ സീരിയസ് ആയ കാര്യമാണ്. ആദ്യം നമ്മൾ റൂൾസ് ചേഞ്ച് ചെയ്തേ പറ്റൂ. അതായത് ഭാവിയിൽ ആരും ഈ നിയമം ഒരിക്കലും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കാത്ത രീതിക്ക് നമ്മൾ മാറ്റണം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അരവിന്ദ് കെജ്രിവാളിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. താങ്കളുടെ പാർട്ടി MLA അമാതുള്ള ഖാൻ, അദ്ദേഹം സർജിലയോടൊപ്പം ഇരിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ സർജില ആരാണെന്ന് വെച്ചാൽ, ഈ രാജ്യത്തെ 2 ആക്കാൻ ശ്രമിക്കുന്ന ആളാണ്. താങ്കൾക്ക് ഓർമ്മ കാണും, അമാതുള്ള ഖാൻ ഒരു വലിയ സ്പീച്ച് നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പ്രകോപന രീതിയായ വാക്കുകളാണ് ഉപയോഗിച്ചത്. അമാനത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാലോ. അദ്ദേഹത്തിന്റെ മേത്ത് FIR ഇടാം, അറസ്റ്റ് ചെയ്യാം, എന്തുവേണമെങ്കിലും ചെയ്യാലോ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി
അരവിന്ദ് കെജ്രിവാളിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് ആദരവ് നൽകുന്നു എന്നുള്ളതാണ്. അരവിന്ദ് സർ, ഹോം മിനിസ്റ്റർ അമിത്ഷാ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന്റെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാന്റെയും ഭാഷ ഒരുപോലെയാണെന്ന്. ഇമ്രാൻഖാൻ എന്താണോ പറയുന്നത് അത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും പറയുന്നതെന്ന്. കേജ്രിവാൾ പറയുന്നത് തന്നെ ഇമ്രാൻഖാനും പറയുന്നു. അദ്ദേഹം തെളിവ് വയ്ക്കുന്നു, ഇദ്ദേഹം തെളിവ് വയ്ക്കുന്നു. അവരുടെ വായി തോന്നുന്നൊക്കെ പറയും. ഡൽഹിയിലെ ഇലക്ഷനിൽ അവർ വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചില്ലെന്നാണ് പറയേണ്ടത്. ഇമ്രാൻഖാനെ വിളിച്ചോണ്ട് വരുവാണ്, പാകിസ്ഥാനെ കൊണ്ടുവരുവാണ്. ആരെ വിളിച്ചോണ്ട് വന്നിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, ഇമ്രാൻഖാന്റെ മന്ത്രി ഫവാദ് ഖാൻ അദ്ദേഹം ഡൽഹി ഇലക്ഷനിൽ മോദിയെ തോൽപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് അദ്ദേഹത്തിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മോദിജി നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രിയാ, അദ്ദേഹം എൻ്റെ ഒരു പ്രധാനമന്ത്രിയാണ്. പിന്നെ ഞങ്ങളുടെ നാടിന്റെ ഇലക്ഷൻ, അത് ഞങ്ങളുടെ നാടിന്റെ കാര്യം. ഈ ലോകം മുഴുവനുമുള്ള തീവ്രവാദങ്ങളെല്ലാം തന്നെ എല്ലാം നല്ല രീതിക്ക് ഊർജം കൊടുക്കുന്ന ഒരു നാട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഒന്നും ആലോചന ഞങ്ങൾക്ക് ആവശ്യമല്ല. ഞങ്ങളുടെ നാടിന്റെ കാര്യത്തിലുള്ള തലയിടൽ നിങ്ങൾ നിർത്താനാണ് ഞാൻ പറയുന്നത്, അത്രേ ഉള്ളൂ. പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് താങ്കൾ ഇന്നാണ് പറഞ്ഞത്. പക്ഷേ 7 മാസത്തിനു മുമ്പ് താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ഞാനിപ്പോൾ കേൾപ്പിക്കാം. मोदी ने पाकिस्तानियों के साथ सेटिंग कर रखी है, मोदी ने आतंकवादियों के साथ सेटिंग कर रखी है, उसकी पोल खोलने की जरूरत है। आज जब आप गांव के अंदर में जाओगे, कुछ लोग भ्रमित हैं, कुछ लोग कहते हैं मोदी राष्ट्रवादी है, कुछ लोग कहते हैं मोदी देशभक्त है। आज आपकी जिम्मेदारी है जाके कहना कि मोदी जैसे बड़ा देशद्रोही कोई नहीं है दोस्त। അപ്പോഴും അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ താങ്കൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പാകിസ്ഥാനോടൊപ്പം ഒരു കരാർ വെച്ചിട്ടുണ്ടെന്ന്. ഇത് ഞങ്ങൾ എപ്പോഴും സാധാരണ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അദ്ദേഹം ഇത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പ് നേരത്ത് അദ്ദേഹം എന്നെ എന്തെങ്കിലും പറയും, ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് പാകിസ്ഥാൻ അകത്ത് വരാൻ പാടില്ല, കാരണം ഞാൻ എന്ത് വേണമെങ്കിലും പറയും. ഇന്ന് മിസ്റ്റർ അമിത്ഷാ എന്നെ എന്ത് വേണമെങ്കിലും പറയാൻ കഴിയും. അമിത്ഷാ എന്നെ എന്തെങ്കിലും പറയും, ഞാൻ എന്ത് വേണമെങ്കിലും പറയും. മനോജ് തിവാരിനെ ഞാൻ എന്തെങ്കിലും പറയും. പക്ഷെ പാകിസ്ഥാൻ ഇടയ്ക്ക് വന്ന് ഈ പഞ്ചായത്ത് സംസാരിക്കാൻ വരാൻ പാടില്ല. പക്ഷെ താങ്കൾക്ക് പാകിസ്ഥാനോടൊപ്പം കരാറുണ്ടെന്ന് പറയാമല്ലേ? അതായത് നിങ്ങളിപ്പോൾ ഇട്ട് ആ പ്ലേ ചെയ്ത ആ ക്ലിപ്പുണ്ടല്ലോ, ആ ക്ലിപ്പിന്റെ ആരംഭത്തിലും അവസാനത്തിലും സംസാരിച്ചത് അത് പിന്നെ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. സോ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലത്തെ കുറ്റാരോപണങ്ങളൊക്കെ വരും പോവും. പക്ഷേ അത് പാർട്ടികൾക്കിടെയായിരിക്കും ഉണ്ടാവേണ്ടത്. BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ആം ആദ്മി പാർട്ടി ഉണ്ട്. ഈ എല്ലാ പാർട്ടികളും നാടിന്റെയൊക്കെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ആരും ശത്രുക്കളല്ല, ഞങ്ങൾ എതിർ പാർട്ടികളാണ്, അത്രേ ഉള്ളൂ. പക്ഷെ പാകിസ്ഥാൻ കാര്യമായിട്ട് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചേക്കും. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പാകിസ്ഥാനെ എതിർത്ത് പോരാടും. പക്ഷെ പാകിസ്ഥാൻ ഞങ്ങൾക്കിടയ്ക്ക് വന്ന് ഇവർ ജയിക്കണം അവർ ജയിക്കണം എന്ന് പറഞ്ഞൊന്നും സമ്മതിക്കാൻ പറ്റില്ല. പാകിസ്ഥാൻ ഇതിലൊന്നും തലയിടാൻ പാടില്ല. താങ്കൾ അമിത്ഷാ എന്ത് വേണമെങ്കിലും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അദ്ദേഹം പറയുന്നത് 2 വർഷത്തിന് മുൻപ് JNUവിൽ രാജ്യത്തെ പല കഷ്ണങ്ങളാക്കണമെന്ന് പ്രക്ഷോഭം നടത്തി. മോദിജി അങ്ങനെ പ്രക്ഷോഭിച്ച ആൾക്കാരെ ജയിലിലേക്ക് അയച്ചു. കേജ്രിവാൾ അവർക്ക് സപ്പോർട്ട് ചെയ്തു. ഇത് വളരെ വലിയ തെറ്റാണ്. ഞാൻ എപ്പോഴാ പോയത്? JNUവിലേക്ക് പോയില്ല. ചിലപ്പോൾ അവരുടെ സ്വപ്നത്തിലായിരിക്കും. വന്ന് അമിത്ഷാ സാറിന് അവസാനം എന്നെക്കുറിച്ചാണ് സ്വപ്നങ്ങളെന്ന് തോന്നുന്നു റീസെന്റ് ടൈംസിൽ. അദ്ദേഹം ഇതും പറഞ്ഞിട്ടുണ്ട്. 2019 ജനുവരി 14 തീയതി പോലീസ് ഇക്കാര്യത്തിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കേസ് തുടരാൻ വേണ്ടി ഡൽഹി സർക്കാരിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്, കനയ്യകുമാറിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും വേണ്ടി. പക്ഷേ ഡൽഹി സർക്കാരിന് അനുവാദം ഇതുവരെ ലഭിച്ചില്ല. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ തന്നെ എന്തിനാണ് 3 വർഷം സമയം എടുത്തത്? താങ്കൾ പെർമിഷൻ വീഡിയോ അല്ല, ഞാൻ നിങ്ങളെ ചോദ്യം ചോദിക്കുകയാണ്. വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങളുണ്ടായി. ആ വീഡിയോയിൽ ആധാരമുണ്ടായിരുന്നെങ്കിൽ 4 ദിവസം മതിയല്ലോ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ. 3.5 വർഷം എടുത്ത് എന്തുകൊണ്ടാണ് ഈ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാണ്ടിരുന്നത്? അവർ തന്നെ ഈ കാര്യത്തെ അവരെ സഹായിച്ചു. നെക്സ്റ്റ് ടൈം അവർ നിങ്ങളുടെ പ്രോഗ്രാമിലോട്ടെങ്ങാനും വന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കൂട്ടത്തിൽ പോയി ചേർന്നേക്കുന്നത്? അവർക്ക് എന്താ സപ്പോർട്ട് ചെയ്യുന്ന കേജ്രിവാൾ ചോദിച്ചു എന്ന് പറയൂ. ഈ കേസ് ഫയൽ ചെയ്യാനായിട്ട് 3.5 വർഷം എടുത്തു അവര്. പക്ഷേ ഇന്ന് താങ്കൾ തന്നെ വന്നിരിക്കുകയാണല്ലോ, അതുകൊണ്ട് താങ്കളോട് തന്നെ ചോദിക്കാം. അവർ 2019 ജനുവരി 14 തീയതി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതുവരെ താങ്കൾ ലീഗൽ ഒപ്പീനിയൻ മാത്രമേ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ.
അല്ല 3.5 വർഷം അവർക്കായ എനിക്കും കൂടെ കുറച്ച് സമയം വേണമല്ലോ ഇതിനു വേണ്ടി. ഇല്ല ഞാനിപ്പോ ഇതിനെ അല്ല, കുറിച്ച് 13 പ്രാവശ്യമാണ് സീരിയസ് ഇതിന്റെ ആയിട്ട് വിചാരണ മാറ്റി വെക്കേണ്ടി വന്നത്. ഇല്ല ഞാനിതൊരു സീരിയസ് നോട്ടായിട്ട് പറഞ്ഞേക്കാം. ഈ മുഴുവൻ കാര്യത്തിലും പെർമിഷൻ കൊടുക്കാനായിട്ടുള്ള റോള് ഞങ്ങളുടേത് ഒരിക്കലും തന്നെ ഇല്ല. പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടേതാണ്. അത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് തീരുമാനങ്ങൾ എടുക്കുള്ളൂ. ഇപ്പൊ ഈ കാര്യത്തിൽ അവർ ശരിക്കും തീരുമാനം എടുത്താൽ പോലും അവർ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ അവർ ഈ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ എടുത്താലും ഞാനതൊക്കെ പോയി നോക്കിയതാണ്. അതിന് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് കോർട്ടിൽ പോയി പറഞ്ഞേക്കാവുന്ന. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ഒന്നും തന്നെ തലയിട്ടിട്ടില്ല. എന്റെ റോൾ ഒട്ടും തന്നെ ഇതിലില്ല. ഷഹീൻബാഗിലും താങ്കൾക്ക് റോളൊന്നും ഇല്ല. തീർച്ചയായിട്ടും ഇല്ല. മനീഷ് സിസോഡിയ പറഞ്ഞിരിക്കുന്നത് ഷഹീൻബാഗിന് ആദരവായിട്ട് നിൽക്കുമെന്ന്. ഞാനിത് ക്ലിയർ ആക്കി തരാം. ആദ്യമായിട്ട് നാടിന്റെ ഒരുമയായാലും സഹോദരത്വമായാലും സത്യസന്ധതയായാലും ഇതിലൊക്കെ ആരുണ്ടോ അവരുടെ ഭാഗത്ത് ഈ കെജ്രിവാൾ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ഈ നാടിനെ നശിപ്പിക്കാൻ വിചാരിക്കുന്നത്, ഈ നാട്ടിലോട്ട് ഒരുപാട് പ്രശ്നങ്ങളും കൊണ്ടുവരുന്നത്, പിന്നെ ഈ നാടിനെ ആരൊക്കെ പിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നോ അവരുടെ ഏറ്റവും വലിയ ശത്രു ഈ കെജ്രിവാളായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഷാഹിൻ ബാഗ് തൊട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ കട ഒരുപാട് ദിവസം മൂടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പല ദിവസങ്ങളിൽ റോഡുകൾ തടഞ്ഞിട്ടുണ്ടെന്നും ആംബുലൻസിന് പോകാൻ പറ്റേണ്ട ഒരു ദിവസം ആംബുലൻസ് നിന്നുപോയി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സ്കൂൾ ബസ്സസ് പോകുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എക്സാം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് അവർ കഷ്ടപ്പെട്ടു. റോഡൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരൊക്കെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഹോം മിനിസ്റ്ററിന്റെ അടുത്ത് സംസാരിച്ച് ഈ പ്രശ്നത്തിനൊക്കെ ഒരു തീരുമാനം വേണമെന്നും റോഡിലുള്ള തടസ്സങ്ങൾ മാറ്റി തരാനും. അത് തുറന്നില്ല സാർ, അതെന്റെ ഭാഗത്തല്ല ഉള്ളത്. അതായത് എന്റെ ഭാഗത്ത് ലോ ആൻഡ് ഓർഡർ ഇല്ല. അവരാണ് അതിലിരിക്കുന്നത്. ഞാൻ ഇന്നലെയാണ് ടി വിയിൽ പോലും കണ്ടത്. അതിൽ ടി വിയിൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ പോയിട്ടുണ്ടായിരുന്നു, സൗരവ് ശർമ്മ. സൗരവ് ശർമ്മ. 3 തൊട്ട് 4 മണിക്കൂറാണ് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹം എല്ലാവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവിടെ പറഞ്ഞ കാര്യം മിസ്റ്റർ അമിത്ഷാ അവിടെ വന്ന് സംസാരിക്കണമെന്നാണ്. മിസ്റ്റർ അമിത്ഷായാണ് അവിടെ പോകേണ്ടത്. CA NRC വെച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അദ്ദേഹം അതൊക്കെ സംസാരിച്ച് എല്ലാം മാറ്റിക്കൊടുക്കാൻ കഴിയും. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് എന്തിനാണ് ഹോം മിനിസ്റ്റർ? ഈ കുറ്റങ്ങൾ എന്തുകൊണ്ട് ആരോപിച്ചെന്ന് വെച്ചാൽ ഷെർജൽ ഇമാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 48 മണിക്കൂറായി അവർക്ക്. ഡൽഹി പോലീസ് എൻ്റെ അടുത്തെങ്ങാനും ഉണ്ടായിരുന്നാൽ 2 മണിക്കൂർ കൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യിപ്പിച്ചാൽ. ഹോം മിനിസ്റ്ററിനോട് അറസ്റ്റ് ചെയ്യാൻ താങ്കൾ ഡിമാൻഡ് ചെയ്തു, അവര് അറസ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ താങ്കൾ ചെയ്ത ഡിമാൻഡ് കൊണ്ടാ ചെയ്ത്. അപ്പൊ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരുന്നവര്. അല്ല, ഈ കുറ്റങ്ങൾ എന്തുകൊണ്ട് ആരോപിച്ചെന്ന് വെച്ചാൽ താങ്കളുടെ പാർട്ടി MLA അമത്തുള്ള ഖാൻ അദ്ദേഹം ഷർജിലിനോടൊപ്പം ഇരുന്നത് കണ്ടു കഴിഞ്ഞു. ഈ സർജിൽ ആരാണെന്ന് വെച്ചാൽ അസമിനെ 2 ആക്കണമെന്ന് പറയുന്ന വ്യക്തിയാണ്. ഡൽഹിയിലേക്കുള്ള പാൽ നിർത്തലാക്കണം, ഡൽഹിയിലേക്കുള്ള ജലം നൽകരുത്, ഈ രാജ്യത്തെ തന്നെ 2 ആക്കണം. അതിനായിട്ടല്ലേ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന്, എത്രയും പെട്ടെന്ന് അവർക്ക് ശിക്ഷ കൊടുക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. അപ്പൊ താങ്കളുടെ MLA-കളെ പറ്റി അതെ, താങ്കൾ എവിടെ ഒന്നും തന്നെ കാണിച്ചു പറയില്ലേ? ഞാൻ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാം, കാണിച്ച് നോക്കിയോളൂ. ഭാഗ്യം ഞങ്ങൾ വീഡിയോ വെച്ചിരുന്നു, താങ്കളും അത് ചോദിച്ചു. നിങ്ങൾ സംസാരിക്കൂ. ഞാൻ നിങ്ങളോട് എന്താ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാൽ സംസാരിക്കാൻ അനുവദിക്കൂ. അവരവർക്കുള്ളിൽ തന്നെ വഴക്കുണ്ടാക്കുമല്ലേ? അല്ല, വഴക്കൊന്നുമില്ല. അദ്ദേഹം മൈക്ക് പിടിച്ചു മേടിച്ചാ സംസാരിക്കുന്നത്. ഇതാ ഇപ്പോഴാണ് മൈക്ക് മേടിച്ച് അദ്ദേഹം സംസാരിച്ചത്. ഈ പ്രശ്നം ഷാഹിൻ ബാഗിലാണ് സംഭവിച്ചത്. അപ്പൊ അവിടെ അത്രയും ജനങ്ങളും ചേർന്നിട്ടുണ്ട്. സ്റ്റേജിൽ അദ്ദേഹമുണ്ട്, മറ്റേ അദ്ദേഹമുണ്ട്. മൈക്ക് പിടിച്ചു മേടിച്ചേക്കുവാ. ഷർജിൽ എന്തോ സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അവര്. മൈക്ക് മേടിച്ചു, അമാനത്തുള്ള സംസാരിക്കാൻ വിട്ടില്ല. താങ്കൾക്ക് ഓർമ്മ കാണുമെന്നാണ് തോന്നുന്നത്, അമാത്തുള്ള ഖാൻ തന്നെ ഒരു വലിയ സ്പീച്ച് നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പ്രകോപനം വരുന്ന രീതിയിൽ പല വാക്കുകൾ ഉപയോഗിച്ചു. അദ്ദേഹം ഒരു പക്ഷേ എന്തെങ്കിലും തെറ്റായിട്ട് സംസാരിച്ചിരുന്നാൽ പോലീസ് FIR ഇട്ടിരിക്കണം. അന്ന് പക്ഷേ നടന്ന ആ ഷാഹിൻ ബാഗ് പ്രശ്നത്തിൽ അമാനത്തുള്ളയുടെ പേര് FIR-ൽ ഉണ്ടായിട്ടില്ല. അമാനത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തിന്റെ പേര് കേസ് ഇടണം, FIR ഇട്ടിട്ട് ജയിലിലോട്ട് അയക്കണം. താങ്കൾ BJP MPമാര് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അരവിന്ദ് കെജ്രിവാൾ ഒരു തീവ്രവാദിയാണെന്നാണ് പറയുന്നത്. എന്നെ കാണുമ്പോൾ തീവ്രവാദിനെ പോലെ ഉണ്ടോ? അതായത് മിനിങ്ങാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മിനിങ്ങാന്ന് അവർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ചില തലവന്മാര്, ചില മിനിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് കെജ്രിവാൾ, പ്രവേശ് വർമ്മ, പിന്നെ മനോജ് തിവാരി, ഇവർ 2 പേരും അവർ കെജ്രിവാൾ ഒരു തീവ്രവാദിയാണെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ വേദനയായിരുന്നു കേട്ടപ്പോൾ. ഡൽഹിയിലുള്ള ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഒരു നല്ല പഠനമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതേലും ഒരു തീവ്രവാദി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പഠനം ഉണ്ടാക്കൂ? ഡൽഹിയിലുള്ള ഏതേലും ഒരാൾക്ക് വയ്യാണ്ടായാൽ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. തീവ്രവാദി ആരേലും ജനങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുവോ? ഞാൻ ഡൽഹിയിലുണ്ടായിരുന്ന 40,000 വയസ്സായവരെയാണ് തീർത്ഥയാത്രയ്ക്ക് അയച്ചിരിക്കുന്നത്. ഹരിദ്വാർ, ഋഷികേശ്, ദ്വാരക, ഷീരടി. തീവ്രവാദിയൊക്കെ തീർത്ഥയാത്രയ്ക്ക് അയക്കുമല്ലേ? നാടിന്റെ ഡൽഹിയിലുള്ള സോൾജേഴ്സൊക്കെ അവരുടെ സർവീസ് സമയത്ത് മരിക്കുമ്പോൾ
അവരുടെ കുടുംബത്തിന് വേണ്ടി 1 കോടി രൂപയുടെ സഹായവും നൽകി അവരുടെ എല്ലാ കുടുംബത്തിനും വേണ്ടി ഞാൻ എൻ്റെ കുടുംബമായിട്ടാണ് അവരെ കാണുന്നത്. ഞാൻ അവർക്ക് വേണ്ടി നല്ലതാണ് ചെയ്യുന്നത്. ഏതൊരു തീവ്രവാദിയും ത്യാഗികൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യില്ല. ഒരു ദിവസം വൈകുന്നേരം ഞാൻ വീട്ടിലോട്ട് പോയപ്പോൾ, ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണുള്ളത്. ഞാൻ ദിവസം വൈകിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് സമയം അവരുടെ ഒപ്പം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അന്ന് അവർ വളരെ വിഷമത്തിലായിരുന്നു. കാലത്തോട്ട് കെജ്രിവാൾ ഒരു തീവ്രവാദിയാണെന്ന് പറഞ്ഞ് തീവ്രവാദി എന്ന് പറഞ്ഞ് ടി വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ട് അവർക്ക് വളരെ കഷ്ടമായിരുന്നു. കെജ്രിവാൾ ഈ നാടിൻ്റെ മേത്ത് അത്രയ്ക്ക് സ്നേഹമുള്ളവനാ. കെജ്രിവാൾ ഒരു തീവ്രവാദിയായിട്ടിരിക്കാൻ കഴിയില്ല. ദേശഭക്തിയുള്ള ആൾ സർജിക്കൽ സ്ട്രൈക്കിന് ഒരു മിനിറ്റ്, തെളിവ് ഞാൻ ചോദിക്കൂ. തീർക്കട്ടെ. ഞാൻ ഡൽഹി ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 5 വർഷം ഞാൻ ഡൽഹിയുടെ ഒരു മോനായിട്ടാണ് ഞാൻ ഇവിടെ പണിയെടുത്തേക്കുന്നത്. അവരുടെ EB, വെള്ളം, ആരോഗ്യം അതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇതുവരെ ഞാൻ ജീവിച്ച ജീവിതത്തിൽ എൻ്റെ ആത്മാവും ശരീരവും എൻ്റെ ചോരയും എല്ലാം ഈ നാടിന് വേണ്ടിയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇൻകം ടാക്സിൽ കമ്മീഷണറുടെ പണിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നെക്കൊണ്ട്. അതൊക്കെ വിട്ടിട്ടാണ് ഞാൻ അണ്ണാ ഹസാറിന്റെ വഴി ഫോളോ ചെയ്യാനായിട്ട് വന്നത്. 2013 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2 ദിവസം ഞാൻ പോരാട്ടത്തിലുണ്ടായിരുന്നു, 15 ദിവസം ഞാൻ വിശപ്പിലായിരുന്നു. എനിക്ക് ഡയബറ്റിക്സ് പ്രശ്നമുണ്ട്. ഒരു ദിവസം 4 പ്രാവശ്യമാണ് ഇൻസുലിൻ എടുക്കേണ്ടത് എനിക്ക്. നിങ്ങൾ ഏതൊരു ഡോക്ടറിൻ്റെ അടുത്തും ചോദിച്ചു നോക്ക്, ഡയബറ്റിക്സ് പേഷ്യൻസ് ഇൻസുലിൻ എടുക്കുന്നവർ 4 മണിക്കൂറോളം പട്ടിണിയായിട്ടിരുന്ന അവർ പെട്ടെന്ന് മരിച്ചു പോയേക്കും. ഞാൻ 15 ദിവസത്തോളം പട്ടിണിയായിരുന്നു. ആ ദൈവത്തിന്റെ എന്തോ ഒരു ദൈവം കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ ഉള്ളത്. നമ്മുടെ ഈ നാട്ടിന് വേണ്ടി എൻ്റെ ജീവൻ തരാൻ ഞാൻ നൽകാൻ തയ്യാറായി. പക്ഷെ ഇവർ എന്നെ ഒരു തീവ്രവാദി എന്നാ പറയുന്നത്. ഞാൻ ഈ ഡൽഹി ജനങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നെ അവരുടെ വീട്ടിലെ അംഗമായിട്ടാണോ കരുതുന്നത്, അതോ ഒരു തീവ്രവാദിയായിട്ടാണോ കരുതുന്നത്? ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററായ അമിത്ഷാ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് വോട്ട് നൽകാൻ പാടില്ല. അവർ പറഞ്ഞെത്തി വരികയാണെങ്കിൽ ഡൽഹിക്ക് സംരക്ഷണം നൽകാൻ പറ്റില്ല, ഇവിടെ കലാപം ഉണ്ടാവുമെന്നാണ്. ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കാൻ ഇവരൊരു പോയിന്റാണ് എടുക്കുന്നത്. ഇവർക്കൊന്നും വേറെ വഴി അറിയില്ല. അവരുടെ അടുത്തോട്ട് ഡൽഹിയിലെ ജനങ്ങൾ MCD കൊടുത്തിട്ടുണ്ട്. MCDയുടെ പണിയൊക്കെ നിങ്ങൾ നോക്കിക്കോന്നും പറഞ്ഞു. ഡൽഹിയിൽ ആ MCD എങ്ങനെയാ ഉള്ളതെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ. കുപ്പകളൊക്കെ വിട്ടേക്ക് ഒന്ന് ക്ലീൻ ആക്കുന്ന പണിയെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ അവര്? അവിടെ പ്രൈമറി സ്കൂൾ ഇരിപ്പുണ്ട്, അതിന്റെയൊക്കെ ഒരു അവസ്ഥ പോയി നോക്കണം നിങ്ങൾ. ചുറ്റിനും ഒന്നും ഒട്ടും ക്ലീൻ അല്ലാണ്ടായിരിക്കുന്നത്. ഞാൻ മിസ്റ്റർ അമിത്ഷയോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ദിവസവും അദ്ദേഹം ഡൽഹി ജനങ്ങളോടൊപ്പം ചേർന്ന് 2 കോടി ജനങ്ങളെല്ലാരും കൂടെ 5 വർഷത്തിൽ എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. വെറും കെജ്രിവാൾ മാത്രമല്ല ഇതിന് കാരണം. EB ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, ഇവരെല്ലാരും കൂടെ ചേർന്നാണ് ചെയ്തത്. നിങ്ങൾ ദിവസവും ഡൽഹിയിലെ ജനങ്ങളെ നാണം കെടുത്തുന്നതിന് പകരം നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് പറയൂ. ഡൽഹി പോലീസിന്റെ പവർ ഞങ്ങളുടെ കയ്യിലായിരുന്നു, അവരെ വെച്ച് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ MCDയിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ DDAയിൽ ഇതൊക്കെ ചെയ്തു. ഇങ്ങനെയൊന്നും പറയാൻ അവരുടെ അടുത്ത് ഒന്നും തന്നെ ഇല്ല. അവർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഹിന്ദു മുസ്ലിം പേരും പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഡൽഹിയിലെ ജനങ്ങൾ ഭയങ്കര ബുദ്ധിശാലിയാണ്. അവരതൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഡൽഹി സർക്കാർ അവരുടെ പ്രശ്നത്തിന് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി പോരാടുന്ന കാര്യം കണ്ടിട്ടുണ്ട്. അവരുടെ EB നോക്കുന്നുണ്ട്, അവരുടെ വെള്ളത്തിന്റെ കാര്യം നോക്കുന്നുണ്ട്. 24 മണിക്കൂർ ഞാൻ EB ചേഞ്ച് ചെയ്തതാ. ഈ നാട് നീളെ 24 മണിക്കൂർ EB എവിടെയും ഇല്ല. അതുകൊണ്ട് അവർക്ക് വേറെ ഏതൊരു വഴിയും ഇല്ല. ഷൈൻബാഗ് കുറിച്ച് സംസാരിക്കുന്നു, ഹിന്ദു മുസ്ലിം കാര്യം പറയുന്നു, പാകിസ്ഥാനെ കൊണ്ടുവരുന്നു. അവരെല്ലാ വകയിലും പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഡൽഹിയിലെ ജനങ്ങൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നും ഒരു വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരുന്നു, ഒരു TV ചാനലിൽ ആ വീഡിയോ വന്നതാണ്. ഒരാളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജന്മനാ BJP കാരനാ, എന്റെ അച്ഛൻ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു എമർജൻസി സമയത്ത്, ജൻസംഘിലുള്ള ആളാ. അദ്ദേഹം പറഞ്ഞത് എന്റെ മോൻ സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്, കെജ്രിവാൾ അദ്ദേഹത്തിന്റെ ഭാവി തന്നെ മാറ്റിയിട്ടുണ്ടെന്ന്. ഞാൻ കെജ്രിവാളിനെ വോട്ടിടുള്ളൂ, എല്ലാം ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ന്യൂസ് റിപ്പോർട്ടർ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഷാഹിൻബായിനെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെന്ന്. ആ ഷാഹിൻബായ് എന്ന് പറയുന്ന പേരും 10 ദിവസത്തെ പ്രശ്നമാണ്. വേണോന്ന് വെച്ചാൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമെന്നാ പറയുന്നത്. 10 ദിവസത്തിന് ശേഷം കെജ്രിവാൾ ആയിരിക്കും ഞങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത്. ആയുസ്കാലം മുഴുവൻ അദ്ദേഹമായിരിക്കും ഞങ്ങളുടെ കൂടെ. അപ്പോ 10 ദിവസത്തിന് ശേഷം ഷഹീൻബാഗ് പ്രശ്നമെല്ലാം തീരുമെന്നാണോ? എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ BJP ആണ് കാണിക്കുന്നത്, അവരാണ് ഇതേ ഡ്രാമയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. താങ്കൾ BJPക്കാരോട് പോയി എനിക്ക് വോട്ട് ചെയ്യാൻ പറയുകയാണല്ലോ. അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാം, കറക്റ്റ് ഒരു 5 വർഷത്തിന് മുന്നേ ഡൽഹി സർക്കാർ ഗവൺമെന്റ് സ്കൂളൊക്കെ ഏതൊരു അവസ്ഥയിലായിരുന്നു എന്ന്. ഈ 5 വർഷത്തിൽ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഞങ്ങൾ മാറ്റിയത്. ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ അവർ പോയി മറ്റൊരു പാർട്ടിക്ക് വോട്ടിട്ട് ജയിപ്പിച്ചാൽ പിന്നെ എല്ലാം മാറിയേക്കും. ഞാൻ എനിക്കായിട്ടല്ല വോട്ട് ചോദിക്കുന്നത്, ഡൽഹിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാ, നാടിന്റെ വളർച്ചയ്ക്ക്. നിങ്ങൾ എല്ലാവരും ഈ പ്രാവശ്യം ചൂലിന്റെ ചിഹ്നത്തിന് വോട്ടിടണം. അതിൻ്റെ ഒപ്പം 5 വർഷത്തില് ഞാൻ എല്ലാ പണിയും എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ചീഫ് മിനിസ്റ്ററായിട്ട് വർക്ക് ചെയ്തതാ. BJPക്കാർക്ക് ഞാനൊരു ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്ററാണ് ഞാൻ, ആം ആദ്മി പാർട്ടിയുടെയും ചീഫ് മിനിസ്റ്ററാണ് ഞാൻ. എന്റെ അടുത്ത് BJPയുടെ ആൾക്കാർ വന്നപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട്, കോൺഗ്രസിന്റെ ആൾക്കാർ വന്നപ്പോൾ അവർക്ക് വേണ്ടി പണിയെടുത്തതാ. ഈ 5 വർഷവും BJP ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഞാനാ പണിയെടുത്തിട്ടുള്ളത് അവർക്ക് വേണ്ടി.
നിങ്ങളുടെ പിള്ളേരുടെ സ്കൂളിന്റെ ഫീസ് അധികരിക്കുന്ന സമയത്ത് BJP-കാരല്ല അവിടെ വന്ന് സംസാരിച്ചത്, കെജ്രിവാളാണ് അവിടെ വന്ന് സംസാരിച്ചേ. നിങ്ങളുടെ ഫീസൊക്കെ കുറച്ചത് ഞാനാണ്. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ആർക്കെങ്കിലും വയ്യാണ്ടാവുകയാണെങ്കിൽ, ഈ 5 വർഷത്തെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വയ്യാണ്ടായപ്പോ BJP കോൺഗ്രസ് അല്ല വന്നത്. ഞാനാ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ചികിത്സയ്ക്ക് ഏർപ്പാട് ചെയ്ത് ഹോസ്പിറ്റൽസിൽ. ഞാൻ 5 വർഷം നിങ്ങൾക്ക് പണിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന 5 വർഷത്തിൽ ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കത്തുള്ളൂ. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരാളെ ഞാൻ പിരിച്ചു നോക്കിയിട്ടില്ല. ഇദ്ദേഹം BJP, ഇദ്ദേഹം കോൺഗ്രസ്, ഇദ്ദേഹം ആം ആദ്മി എന്ന്. ഞാനാണ് അവർക്ക് സഹായിച്ചത്. ഇനിയും അങ്ങനെ ആയിരിക്കും. നിങ്ങളെ എന്റെ കുടുംബത്തിൽ ഒരു അംഗമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അരവിന്ദ് കെജ്രിവാളിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. 2016 താങ്കൾ എഴുതിയ ഒരു ട്വീറ്റിൽ 124 പ്രാവശ്യം നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 2017 33 പ്രാവശ്യം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. മാർച്ച് 1, 2017 ശേഷം മാർച്ച് 2, 2018 വരെ നരേന്ദ്രമോദിയുടെ പേര് താങ്കളുടെ ട്വീറ്റിൽ ഒരു പ്രാവശ്യം പോലും വന്നിട്ടേയില്ല. 16 ശേഷം അങ്ങനെ റെഡ്യൂസ് ആവുന്നു. അതുകൊണ്ട് അതിന്റെ രഹസ്യം എന്താണ്? ഒരു രഹസ്യമില്ല. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായ കുറ്റാരോപണം. ഇദ്ദേഹം എതിർക്കുന്നവരെ പറ്റി ഒരടിസ്ഥാനവുമില്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾക്കൊരു 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. മെയ് 18, 2019 ഒരു സ്റ്റേറ്റ്മെന്റ് BBC. അതിൽ താങ്കൾ പറയുന്നത്, BJPക്ക് എന്റെ സുരക്ഷാ ഭടന്മാരെ വെച്ച് തന്നെ എന്നെ കൊല്ലാൻ സാധിക്കും. എന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ BJPക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, അത്രയ്ക്കധികം ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട്. എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്തു. നിങ്ങൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടറാണ്. ഒരു ചീഫ് മിനിസ്റ്ററുടെ മേത്ത് തന്നെ ഇത്രയും റിപ്പീറ്റഡ് അറ്റാക്സ് സംഭവിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുവരെ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, എന്റെ സെക്യൂരിറ്റീസൊക്കെ, ഇവിടെയുള്ള പോലീസൊക്കെ സെൻട്രൽ ഗവൺമെന്റിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ എന്റെ കൺട്രോൾ ഒന്നും തന്നെ ഇല്ല. സോ അറ്റാക്ക് സംഭവിച്ച കാര്യത്തിൽ ഏതൊരു ഇൻവെസ്റ്റിഗേഷനും നടന്നിട്ടുമില്ല. അതിനായിട്ടുള്ള കാരണം എന്താണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ വിശ്വസിക്കുന്ന രീതിക്കാണോ ഉള്ളത്? ഒരു ചീഫ് മിനിസ്റ്ററുടെ മേത്ത് റിപ്പീറ്റഡ്ലി സർക്കാരിന്റെ അത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഇങ്ക് വന്ന് സ്റ്റേജിൽ എല്ലാവരുടെ മുമ്പിൽ ഇട്ടിട്ട് പോയേക്കുവാണ്. ഇതുപോലെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അടുത്ത അത്രയും വലിയ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അത്രയും വലിയ ഡിഗ്നിറ്റി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. എങ്ങനെ അത് ഞാൻ അംഗീകരിക്കുന്നു. ജനാധിപത്യത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. സംഭവിക്കരുത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇപ്പോൾ താങ്കൾക്ക് ആവശ്യമുള്ളത്ര സെക്യൂരിറ്റി ഉണ്ടോ? ഇല്ല, ഉള്ള എല്ലാ സീക്രറ്റ് അവർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. അവർക്ക് പിന്നെ ഇതിനെക്കുറിച്ച് അവർക്ക് റിപ്പോർട്ട് ചെയ്താലും എനിക്ക് റിപ്പോർട്ട് ചെയ്താലും നിങ്ങളുടെ കടമയല്ലേ ഡൽഹി സെക്യൂരിറ്റി, ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സിന് വേണ്ടി സെക്യൂരിറ്റി, അതൊക്കെ അവരല്ലേ എൻഷുർ ചെയ്യേണ്ടത്. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജനുവരി 14, 2019 താങ്കൾ താങ്കളുടെ പാർട്ടി പ്രവർത്തകരോട് പറയുകയാണ്, മോദി ഒരു ഹിറ്റ്ലറാണ്, അദ്ദേഹം വീണ്ടും തിരിച്ച് പവറിലേക്ക് വന്നാൽ വീണ്ടും ഇലക്ഷൻ നടക്കില്ലെന്ന്. ഭരണഘടന തന്നെ മാറ്റി എഴുതുമെന്ന്. ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നുണ്ടല്ലോ, താങ്കൾ മത്സരിക്കുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയുന്നതും അദ്ദേഹം എന്നെ കുറ്റം പറയുന്നതും ഒരു കാര്യമാണ്. മാർച്ച് 18, 2016 ഇത് ആക്ച്വലി ഇലക്ഷന്റെ സമയമല്ല. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും എല്ലാവരും ഉണ്ടായിരുന്നു. താങ്കൾ ജഡ്ജസ് പറയുമ്പോൾ ഞാൻ കേട്ടു, അതായത് അവരുടെ ഫോണൊക്കെ ടാപ്പ് ചെയ്യുകയാണെന്ന്. ഒരുപാട് ജഡ്ജസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഇല്ല, ചിരിക്കുന്നുണ്ടല്ലേ? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. ഒരുപാട് പേര് പറയും അവരുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന്. സർക്കാർ രഹസ്യമായിട്ട് അന്വേഷിക്കുന്നതാണോ? അപ്പൊ താങ്കളുടെ സർക്കാരും അങ്ങനെയാണോ? അതെ, അങ്ങനെയാണ്. ഇതിനു മുമ്പ് കോൺഗ്രസ് ചെയ്തു, ഇതാ ഇപ്പൊ BJP ചെയ്യുന്നു. അപ്പോൾ സർക്കാരിലുള്ള ആരെങ്കിലും താങ്കളും അങ്ങനെ നോക്കുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെയല്ല. അതായത് എൻ്റെ അടുത്ത് പോലീസ് ഇല്ല, ലോ ആൻഡ് ഓർഡർ ഇല്ല, ക്രിമിനൽ സംബന്ധപ്പെട്ട ഒന്നുമില്ല. അപ്പോൾ ഡിസംബർ 15, 2015 ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നിലേക്ക് നമുക്ക് പോവാം. മോദിക്ക് എന്നോടൊപ്പം മത്സരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് CBIയെ അയക്കുകയാണ്. മോദി യഥാർത്ഥത്തിൽ ഒരു സൈക്കോപാത്താണ്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ചിത്രവാദമൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഓഫീസിൽ CBI റെയ്ഡൊക്കെ സംഭവിച്ചു. എൻ്റെ വീട്ടിൽ ഡൽഹി പോലീസ് ഒന്ന് റെയ്ഡ് നടത്തി. എൻ്റെ വീടിൻ്റെ ബെഡ്റൂമിൽ കയറി പോലീസുകാർ അലങ്കോലമാക്കിയിട്ടാ പോയത്. ആലോചിച്ച് നോക്കിയ ഭരണപക്ഷത്തിലുള്ള ചീഫ് മിനിസ്റ്ററിന്റെ വീട്ടില് ഏതൊരു ഇതും ഇല്ലാണ്ട് വന്ന് കയറി അതിക്രമം കാണിച്ചേക്കുന്നു. സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററിന്റെ ബെഡ്റൂമിൽ കയറിയാണ് അലങ്കോലമാക്കിയിട്ട് പോയേക്കുന്നത്. അവരുടെ ചിന്ത എന്താ? എന്തെങ്കിലും ഒരു ഫയൽ കിട്ടുമോ എന്നുള്ളത് നോക്കാനായിട്ട്. ബെഡ്റൂമിൽ അതൊക്കെ ഹോൾഡ് ചെയ്യുന്നതെന്നാണ് അവരുടെ കരുതൽ. എൻ്റെ കയ്യിൽ അങ്ങനത്തെ പേപ്പറൊന്നുമില്ല, അവർക്കൊന്നും കിട്ടിയില്ല, അവരുടെ ഭാഗത്തോട്ട് ഞാൻ പോയുമില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് ഒന്നും പറയുന്നില്ല? നിങ്ങൾ ചേർന്നുള്ള ചതിയാണോ? അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഇല്ല, അങ്ങനെയല്ല. എപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ എടുത്താലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇഷ്യൂവിനെ കുറിച്ച് അല്ലാണ്ട് ഞാൻ ആവശ്യമില്ലാണ്ട് സംസാരിക്കത്തില്ല. ഞാൻ ചില ഡേറ്റാസ് ഒക്കെ അനലൈസ് ചെയ്തിട്ടുണ്ട്.
2016 താങ്കൾ താങ്കളുടെ ട്വീറ്റ്സിൽ 124 പ്രാവശ്യം നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. 2017 33 പ്രാവശ്യമാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 1, 2017 മുതൽ മാർച്ച് 2, 2018 വരെ അദ്ദേഹത്തിന്റെ പേര് ഒരു പ്രാവശ്യം പോലും താങ്കളുടെ ട്വീറ്റിൽ വന്നിട്ടേയില്ല. 18 ശേഷം ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഫുൾ അനലൈസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ അത് ഡേറ്റ വരെ എനിക്ക് ഡേറ്റ ഫുൾ കിട്ടി. 16 ശേഷം കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അത് ഇതിൽ എന്ത് രഹസ്യം ഉള്ളത്? ഇതിൽ ഒരു രഹസ്യമില്ല, ഒന്നും തന്നെ ഇല്ല. രഹസ്യം പറയാൻ താങ്കൾക്ക് താല്പര്യമില്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, എന്റെ ലക്ഷ്യം എന്നും ഒന്നാണ്. അത് ഡൽഹി ജനങ്ങൾക്ക് എന്നും ഒരു നല്ല കാര്യം ചെയ്യുന്നു. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരാം. ഒരുപക്ഷെ പണിയൊക്കെ നിന്നാൽ ഞാൻ അതിനുശേഷം സംസാരിച്ചതാണ് സെൻട്രൽ ഗവൺമെന്റിലെ LG സാറിന്റെ അടുത്ത്. ഇതിനു മുമ്പും എല്ലാ ഫയൽസും LG സാറിന്റെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. CCTV ക്യാമറയുടെ ഫയൽസ് മാത്രം ഒരു 2-2.5 വർഷമായിട്ട് LG സാറിന്റെ അടുത്ത് പെൻഡിങ്ങിലായിരുന്നു. ഞാൻ എപ്പോൾ പോയാലും ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ സാറെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ അടുത്ത ആഴ്ച തീർത്തേക്കാന്നൊക്കെ പറയുന്നത്. അതിനുശേഷം ഞാനും മനീഷ് ഒരു പ്രാവശ്യം പോയി ചോദിച്ചപ്പോൾ അടുത്ത ആഴ്ച ചെയ്ത് തന്നേക്കാന്നാണ് പറഞ്ഞത്. ഇവിടെ തന്നെ ഇരിക്കാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. ഒരാഴ്ചയോ 2 ആഴ്ച എടുത്താലും പ്രശ്നമില്ലെന്ന് പറഞ്ഞു. 10 ദിവസം ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് CCTV ക്യാമറയുടെ ഫയൽസൊക്കെ മൂവ് ചെയ്യാനായിട്ട്, മോഹൻലാൽ ക്ലിനിക്കിന് വേണ്ടി EB റേറ്റ് കുറയ്ക്കാനായിട്ട്, വെള്ളത്തിന്റെ റേറ്റ് കുറയ്ക്കാൻ, ഇതിനൊക്കെ പോരാടിയിട്ടുണ്ട്. ആദ്യം ഞാൻ കൈകൂപ്പി ചോദിക്കും, പിന്നെ കാലി വീണ് ചോദിക്കും. അതിനുശേഷവും ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ പോരാടേണ്ട അവസ്ഥയാ. ഇവിടെ BJP ജനങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയുള്ള സർക്കാർ വേണം? പ്രവർത്തിക്കുന്ന സർക്കാർ വേണോ അതോ പോരാട്ടങ്ങൾ നടത്തുന്ന സർക്കാർ വേണോ? ഈ പ്രവർത്തനം ചെയ്യാനായിട്ടാണ് ഞാൻ ശരിക്കും ഈ പോരാട്ടം തന്നെ നടത്തുന്നത്. ആ പണികളൊക്കെ നിങ്ങളൊരു കാര്യം പറയൂ. ഡൽഹി സർക്കാർ സ്കൂൾസിലൊക്കെ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടാവും. BJP ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ? പല വർഷങ്ങളായിട്ട് BJP ഭരണത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം പുറത്തൊക്കെ വിട്ടേക്കോ, UP, ഹരിയാന, MCDA പോലും എടുത്തോളൂ, എന്തെങ്കിലും ഒരു പ്രാവശ്യം അവർ ചെയ്തിട്ടുണ്ടോ? ഹോസ്പിറ്റൽസ് ഒക്കെ അവരെന്തെങ്കിലും ശരിയാക്കിയിട്ടുണ്ടോ? ഉത്തർപ്രദേശിൽ നിങ്ങൾ എടുത്തോളൂ, അവിടെ എവിടെയെങ്കിലും EB കിട്ടുന്നുണ്ടോ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും? ഹരിയാനയിലുണ്ട് 24 മണിക്കൂറൊക്കെ EB. താങ്കൾ അതോർത്ത് സന്തോഷപ്പെടണം. മറ്റ് സ്റ്റേറ്റിലുള്ള മുഖ്യമന്ത്രിമാർ, സെൻട്രൽ ഗവൺമെന്റിലുള്ള മന്ത്രിമാർ, MP മാർ എല്ലാവരും താങ്കളുടെ ജോലി ചെയ്യാൻ വരുന്നു. അതായത് ഇപ്രാവശ്യം ഡൽഹി സർക്കാരിൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് പല പാർട്ടികൾ ഒരുമിച്ചിട്ടുണ്ട്. ആദ്യം തൊട്ട് ഡൽഹിയിൽ 3 പാർട്ടികളായിരുന്നു, BJP, ആം ആദ്മി, കോൺഗ്രസ് പാർട്ടി. ഇപ്രാവശ്യം എല്ലാവരും ചേർന്നു. BJP, ആം ആദ്മി, RJD, LJP, JDU. ഈ നാട് മുഴുവൻ എല്ലായിടത്തും ഇവരെങ്ങനെയാ വന്നതെന്ന് അറിയില്ല. ഇവർക്കൊക്കെ ഒരൊറ്റ എയിമേ ഉള്ളൂ, കെജ്രിവാളിനെ തോൽപ്പിക്കണം. ആരംഭത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ ശരിക്കും ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും വരുന്നുണ്ട്. മിനിങ്ങാന്ന് വിജയ് റൂപാനി വന്നിരുന്നു. ഒരു പോരാട്ടത്തിൽ എന്നെ ഒരുപാട് അങ്ങോട്ട് വഴക്ക് പറഞ്ഞതാണ് അദ്ദേഹം. ജനങ്ങളെ കൊണ്ടത് കണ്ടിരിക്കാൻ പറ്റില്ല. ജനങ്ങളെ എനിക്ക് ചോദ്യം ചോദിക്കാൻ ആരംഭിച്ച്, ഗുജറാത്തിൽ EBക്ക് എന്താ റേറ്റ് എന്ന്, യൂണിറ്റിന് 10 രൂപ എന്ന് പറഞ്ഞു. പക്ഷേ കെജ്രിവാൾ ഞങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് നൽകുമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം ഗുജറാത്തിൽ പോയി EB നോക്കിയിട്ട് പിന്നെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്പീച്ച് നൽകാൻ. ഇന്നലെ ഖട്ടർ സാർ വന്നിരുന്നു. ഖട്ടർ സാർ അവിടെ വന്നതും എന്നെക്കുറിച്ച് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അവിടെ തന്നെ ജനങ്ങൾ ചോദിച്ചു, ഖട്ടർ സാർ നിങ്ങളുടെ നാട്ടിൽ എത്ര സമയം EB വരുന്നതെന്ന്? ഒരു ദിവസം 10 മണിക്കൂറെന്ന്. അവിടെ കെജ്രിവാൾ സാർ 24 മണിക്കൂറും ഫ്രീ ആയിട്ടാണ് തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തോട്ട് പോവൂ, അവിടെ ചെന്നെല്ലാം ശരിയാക്കിയിട്ട് ഇവിടെ വന്ന് സ്പീച്ച് തരാൻ പറഞ്ഞു. ആരൊക്കെ വന്നാലും അവരുടെയൊക്കെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. ഞാൻ പറയുന്നു ഞാൻ സ്കൂൾ റെഡിയാക്കാം, നിങ്ങൾ കെജ്രിവാളിനെ മാറ്റി തരണമെന്ന്. ഞാൻ പറയുന്നു ഹോസ്പിറ്റൽ ശരിയാക്കാമെന്ന്, അവർ പറഞ്ഞ കെജ്രിവാളിനെ മാറ്റാനായിട്ട്. അവരുടെ ലക്ഷ്യം എന്നെ തോൽപ്പിക്കാനാണ്. ഡൽഹിയുടെ വളർച്ച അവർക്ക് താങ്കൾ സ്കൂൾ ഹോസ്പിറ്റലെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു, അവര് കേജ്രിവാളിനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. കെജ്രിവാളിനെ ഇവരൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ. ഇവരുടെ കൈകളിലാണ് ശക്തിയുള്ളത്. പക്ഷെ താങ്കൾ പറയുന്നു എല്ലാ പാർട്ടിക്കാരും ഒന്നായിരിക്കുന്നു, കോൺഗ്രസ്, JDU, BJP. താങ്കൾ ആ ദിവസങ്ങൾ മറന്നുപോയോ? താങ്കൾ കൊൽക്കത്തയിൽ പോയപ്പോ താങ്കളും മമതാ ബാനർജിയും ശരത് പവാറും എല്ലാവരും ഒന്നു ചേർന്നില്ലേ മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി? ജനങ്ങൾ എന്നെ തോൽപ്പിച്ചില്ലേ? ജനകീയത്തിൽ എപ്പോഴും ജനങ്ങളാണ് മുതലാളിയായിട്ടിരിക്കുന്നത്. പക്ഷെ ജനങ്ങളാണ് എന്നെ ഇപ്പൊ തോൽപ്പിച്ചേ. കേജ്രിവാൾ സാർ താങ്കളോട് പല ചോദ്യങ്ങളും ചോദിച്ചു, താങ്കളെക്കുറിച്ചും താങ്കളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും. എല്ലാ ചോദ്യങ്ങൾക്കും താങ്കൾ ചിരിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് നൽകിയത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ പങ്കജ് ബോറയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹം ഇലക്ഷന്റെ പ്രചാരണത്തിലാണ്. അദ്ദേഹത്തിനോട് നമ്മൾ പല കാര്യങ്ങളെ പറ്റിയും ചോദിച്ചു. അദ്ദേഹത്തിന്റെ എതിരാളികൾ അദ്ദേഹത്തിന്റെ മേൽ ചുമത്തുന്ന കുറ്റങ്ങളെക്കുറിച്ചും നമ്മൾ ചോദിച്ചു. അവരുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും ചോദിച്ചു. ഇന്നത്തെ ജഡ്ജിയായ പങ്കജ് ബോറയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കെജ്രിവാൾ സാറിന് നേരെ ഒരുപാട് കുറ്റാരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ആ എല്ലാ ആരോപണങ്ങൾക്കും
വളരെ വ്യക്തമായി തന്നെ മറുപടികൾ നൽകി. ഈ കാര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഈ നീതിപീഠം കെജ്രിവാൾ സാറിനെ കുറ്റവിമുക്തനാക്കുന്നു. അതോടൊപ്പം ഈ നീതിപീഠം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്നാൽ ഡൽഹിയിൽ ഫെബ്രുവരി 8-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. കെജ്രിവാൾ അതോടൊപ്പം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ഭാവി തീരുമാനിക്കുന്ന ആ ഒരു അധികാരം ഡൽഹിയിലെ ജനങ്ങൾക്ക് മാത്രമാണുള്ളത്. ഇത് ഒരു നീതിപീഠത്തിനും തീരുമാനിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ നീതിപീഠം കെജ്രിവാൾ സാറിന് ഒരു ഉപദേശം നൽകുകയാണ്. അദ്ദേഹം ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരുപാട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ജനങ്ങൾ അതിന് ശരിയായിട്ടുള്ള വിധി എഴുതും. നന്ദി. വരാൻ പോകുന്ന ഇലക്ഷനിൽ തീർച്ചയായും ഡൽഹിയിലുള്ള ജനങ്ങൾ നല്ലൊരു തീരുമാനമെടുക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ചെയ്യുന്ന പ്രവൃത്തി വെച്ചും അവരുടെ പേര് വെച്ചും ഒരു നല്ല തീരുമാനം ജനങ്ങൾ എടുക്കും. അടുത്ത പ്രാവശ്യം പുതിയൊരു അതിഥിയോടൊപ്പം നിങ്ങളെ വീണ്ടും വന്ന് കാണുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.